ഊരിരുട്ട് നിറഞ്ഞ കാടിൻ്റെ ഉള്ളറകൾ. അവിടെ ഒരു ഉണങ്ങിയ ഇല അനങ്ങുന്ന ശബ്ദം പോലും ഇടിമുഴക്കം പോലെയാണ് കേൾക്കുന്നത്. ചുറ്റും മരവിപ്പിക്കുന്ന തണുപ്പ്. തൊട്ടുപിന്നിൽ മരണത്തിൻ്റെ ചൂടുള്ള നിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒരൊറ്റ പിഴവ്, ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ, അത് മതി ആ നരഭോജിയായ കടുവയ്ക്ക് നിങ്ങളുടെ ജീവൻ കവരാൻ. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വടക്കേ ഇന്ത്യയിലെ കുമയോൺ മലനിരകളിലേക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടം. തോക്കുകളും വെടിക്കോപ്പുകളും മാത്രം നിയമം സംസാരിച്ചിരുന്ന കാലം. പക്ഷെ നമ്മുടെ കഥാനായകൻ വെറുമൊരു വേട്ടക്കാരനല്ല. 500-ലധികം മനുഷ്യരെ കൊന്നൊടുക്കിയ നരഭോജികളായ കടുവകൾക്കും പുള്ളിപ്പുലികൾക്കുമെതിരെ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഒരു ഇതിഹാസം. എഡ്വേർഡ് ജെയിംസ് കോർബറ്റ്, അഥവാ ലോകം സ്നേഹത്തോടെ വിളിക്കുന്ന ജിം കോർബറ്റ്. ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ എന്ന മനോഹരമായ മലയോര പട്ടണത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. ഇന്നും അവിടെ ജിം കോർബറ്റ് എന്ന പേര് ഒരു ദൈവത്തെ പോലെയാണ് ആളുകൾ ആരാധിക്കുന്നത്. നമ്മളിൽ പലരും ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആ പേരിനു പിന്നിലുള്ള മനുഷ്യന്റെ ത്യാഗവും ധീരതയും നിറഞ്ഞ ജീവിതം ഒരു സിനിമയേക്കാൾ ത്രില്ലിംഗ് ആണ്. ചമ്പാവതിയിലെയും രുദ്രപ്രയാഗിലെയും ചോര മരവിപ്പിക്കുന്ന രാവുകളിൽ നിസ്സഹായരായ ഗ്രാമീണർക്ക് കാവലായി നിന്നത് ഇദ്ദേഹമാണ്. തോക്കിൽ നിന്ന് ക്യാമറയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം പ്രകൃതി സംരക്ഷണത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നാണ്. മഞ്ഞു മൂടിയ ഹിമാലയൻ താഴ്വാരങ്ങൾ. അവിടെ ആരും തുണയില്ലാത്ത ഇരുട്ടിൽ ഒരു കടുവയുടെ തിളങ്ങുന്ന കണ്ണുകൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ജിം. ആ കാഴ്ചയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. വർഷം 1875. ഹിമാലയത്തിൻ്റെ താഴ്വാരത്തുള്ള നൈനിറ്റാൽ എന്ന കൊച്ചു പട്ടണം. അന്നതൊരു കൊടുങ്കാടായിരുന്നു എന്ന് വേണം പറയാൻ. അവിടെയാണ് നമ്മുടെ കഥാനായകൻ ജിം ജനിക്കുന്നത്. ബ്രിട്ടീഷ് രക്തമാണ് സിരകളിലെങ്കിലും ജിമ്മിൻ്റെ ആത്മാവ് പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിൽ വേരൂന്നിയതാണ്. 13 മക്കളുള്ള വലിയൊരു കുടുംബത്തിലെ 8ാമത്തെ കുട്ടി. പിതാവ് ക്രിസ്റ്റഫർ കോർബറ്റ് നൈനിറ്റാലിലെ പോസ്റ്റ് മാസ്റ്ററാണ്. പക്ഷേ ജിമ്മിന് 4 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിക്കുന്നു. അമ്മ മേരി ജെയിനിൻ്റെ തണലിലാണ് ജിം വളരുന്നത്. ജിം കോർബറ്റ് എന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കൂടത്തിലെ പുസ്തകങ്ങളെക്കാൾ വലിയ പാഠപുസ്തകം ആ വീടിന് ചുറ്റുമുള്ള കാടുകളാണ്. നൈനിറ്റാലിലെ ഗേർണി ഹൗസ് എന്ന അവരുടെ വീട് കാടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ജിമ്മിൻ്റെ ആദ്യത്തെ പാഠങ്ങൾ തുടങ്ങുന്നത്. കാടെന്നത് പേടിപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയാണെന്ന് ജിം തിരിച്ചറിയുന്നു. ചെറുപ്പത്തിൽ തന്നെ ജിം കാടിൻ്റെ ഭാഷ പഠിക്കാൻ തുടങ്ങുന്നു. ഇതിന് ഭാഷയെന്ന് വിളിക്കുന്നത് വെറുതെയല്ല. കാടിന് അതിൻ്റേതായ വർത്തമാനങ്ങളുണ്ട്. ഒരു പക്ഷി ചിലയ്ക്കുന്നത് വെറുതെയല്ല, ഒരു മരച്ചില്ല ഒടിയുന്നത് വെറുതെയല്ല. ഓരോ ശബ്ദത്തിനും ഓരോ അർത്ഥമുണ്ട്. കാട്ടിലൂടെ നഗ്നപാതനായി നടക്കാൻ ജിം ഇഷ്ടപ്പെടുന്നു. ഷൂസ് ധരിച്ചാൽ കരിയിലകൾ ഞെരിയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കാടിൻ്റെ ശാന്തതയെ ഭഞ്ജിക്കുമെന്ന് ആ കൊച്ചുകുട്ടിക്കറിയാം. അതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ ചെരിപ്പിടാതെയാണ് ജിം കാട്ടിലൂടെ അലയുന്നത്. കാലിലെ തൊലി കല്ലും മുള്ളും കൊണ്ട് കട്ടിയായി മാറുന്നു. പക്ഷേ ആ നടത്തം അവനെ കാടിൻ്റെ ഭാഗമാക്കുന്നു. ജിമ്മിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? നിരീക്ഷണം. മണിക്കൂറുകളോളം അനങ്ങാതെ ഒരിടത്തിരിക്കാൻ ജിമ്മിന് സാധിക്കും. കാട്ടിലെ പക്ഷികളെയും മൃഗങ്ങളെയും നോക്കി അവൻ പഠിക്കുന്നു. കാട്ടിലെ പക്ഷികളുടെ ശബ്ദം അനുകരിക്കാൻ ജിം അതീവ മിടുക്കനാണ്. ഒരു കാട്ടുകോഴി കൂവുന്നതുപോലെ ജിം കൂവിയാൽ അത് കേൾക്കുന്ന സാക്ഷാൽ കാട്ടുകോഴി പോലും തെറ്റിദ്ധരിക്കും. അത്രമാത്രം കൃത്യതയുണ്ട് ആ ശബ്ദത്തിന്.
ഡോങ്കോ എന്ന പക്ഷിയുടെയും കാട്ടുതാറാവുകളുടെയും എന്തിന് പുലിയുടെയും കടുവയുടെയും വരെ ശബ്ദങ്ങൾ ജിം തൻ്റെ തൊണ്ടയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ജിം ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് കാട് നിശബ്ദമാകുന്നു. കിളികൾ ചിലയ്ക്കുന്നത് നിർത്തുന്നു. കുരങ്ങന്മാർ മരത്തിൻ്റെ മുകളിലെ ചില്ലകളിലേക്ക് വലിഞ്ഞു കയറുന്നു. എന്തോ ഒന്ന് വരുന്നുണ്ട്. ജിം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നു. ദൂരെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ മഞ്ഞയും കറുപ്പും വരകളുള്ള ഒരു രൂപം മിന്നിമറയുന്നു. അത് കടുവയാണ്. ഭയമല്ല, മറിച്ചൊരാരാധനയാണ് ആ കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്നത്. കാട്ടിലെ വില്ലാളിയാണ് മുന്നിലൂടെ പോകുന്നത്. മൃഗങ്ങളെ പേടിക്കരുത്, അവയെ ബഹുമാനിക്കണം എന്ന വലിയ പാഠം ജിം പഠിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ്. ജിമ്മിൻ്റെ ബാല്യകാലം മുഴുവൻ ഈ കാടുകളിലാണ് ചിലവഴിക്കുന്നത്. കലധുങ്കി എന്ന സ്ഥലത്തുള്ള അവരുടെ ശൈത്യകാല വസതിയും കാടിൻ്റെ നടുവിലാണ്. അവിടെ വെച്ചാണ് ജിം തൻ്റെ ആദ്യത്തെ തോക്ക് കൈവശം വയ്ക്കുന്നത്. ഒരു പഴയ മസിൽ ലോഡർ ഗൺ. തോക്ക് കയ്യിലുണ്ടെങ്കിലും വേട്ടയാടുക എന്നതിലുപരി കാടിനെ അറിയാനാണ് ജിം അത് ഉപയോഗിക്കുന്നത്. തോക്ക് ചുമലിലുണ്ടെന്ന ധൈര്യം കാടിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ ജിമ്മിനെ സഹായിക്കുന്നു. അക്കാലത്ത് ജിമ്മിന് കൂട്ടായി ഉണ്ടായിരുന്നത് കുൻവാർ സിംഗ് എന്നൊരു ഗ്രാമീണനാണ്. കാടിൻ്റെ അറിവുകൾ ജിമ്മിന് പകർന്നു നൽകുന്നതിൽ കുൻവാർ സിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാടൊരിക്കലും നമ്മളെ ചതിക്കില്ല, നമ്മൾ കാടിനെ ബഹുമാനിച്ചാൽ മാത്രം മതി എന്ന് കുൻവാർ സിംഗ് ജിമ്മിനോട് പറയുമ്പോൾ ജിം അത് ഹൃദയത്തിൽ കുറിച്ചിടുന്നു. കാട്ടിലെ ഓരോ മരവും ഓരോ പാറക്കെട്ടും ജിമ്മിന് സുപരിചിതമാണ്. വഴിതെറ്റുക എന്നൊരു സംഭവം ജിമ്മിൻ്റെ നിഘണ്ടുവിലില്ല. നക്ഷത്രങ്ങളെ നോക്കിയും മരങ്ങളിലെ പായലുകൾ വളരുന്ന ദിശ നോക്കിയും വഴി കണ്ടെത്താൻ ജിമ്മിനറിയാം. രാത്രികാലങ്ങളിൽ കാടുണരുമ്പോൾ ജിം ഉറങ്ങാറില്ല. വീടിൻ്റെ വരാന്തയിലിരുന്ന് രാത്രിയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ദൂരെ എവിടെയോ ഒരു സാമ്പാർമാൻ അപായ സൂചന നൽകി കരയുന്നത് കേൾക്കാം. അതിനർത്ഥം ഒരു പുലി വേട്ടയ്ക്കിറങ്ങിയിട്ടുണ്ടെന്നാണ്. കാറ്റ് വീശുന്ന ദിശ നോക്കി ഏത് ഭാഗത്താണ് മൃഗങ്ങളുള്ളതെന്ന് മനസ്സിലാക്കാൻ ജിമ്മിന് സാധിക്കുന്നു. ഈ അറിവുകളാണ് പിന്നീട് നരഭോജികളായ മൃഗങ്ങളെ നേരിടുമ്പോൾ ജിമ്മിൻ്റെ ഏറ്റവും വലിയ ആയുധമായി മാറുന്നത്. ജിം കോർബറ്റ് എന്ന പേര് ആ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. അവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ കാർപ്പറ്റ് സാഹിബ് എന്ന് വിളിക്കുന്നു. ജാതിയും മതവും നോക്കാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഒരു വെള്ളക്കാരൻ. ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യമൊന്നും ജിമ്മിനില്ല. അവൻ അവരിലൊരാളാണ്. അവർക്ക് അസുഖം വന്നാൽ മരുന്ന് നൽകാനും അവരുടെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾ ശല്യം ചെയ്താൽ അതിനെ തുരത്താനും ജിം എപ്പോഴും മുന്നിലുണ്ടാകും. ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ജിം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ കരടി തൻ്റെ മുന്നിൽ പെടുന്നു. സാധാരണഗതിയിൽ ആരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ജിം അനങ്ങാതെ നിൽക്കുന്നു. കരടി ജിമ്മിനെ ഒന്ന് നോക്കുന്നു, പിന്നെ ശാന്തമായി തൻ്റെ വഴിക്ക് പോകുന്നു. മൃഗങ്ങളുടെ മനസ്സ് വായിക്കാൻ ജിമ്മിന് സാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. അവറ്റകൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്ന് നിർബന്ധമില്ല, നമ്മൾ അവരെ ഭയപ്പെടുത്താതിരുന്നാൽ മതി എന്ന് ജിം വിശ്വസിക്കുന്നു. പക്ഷേ കാട് എപ്പോഴും ശാന്തമല്ല. പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ കാട് ക്രൂരമാകും. മൃഗങ്ങൾ മനുഷ്യനെ ശത്രുവായി കാണാൻ തുടങ്ങും, അല്ലെങ്കിൽ ആഹാരമായി കാണാൻ തുടങ്ങും. ജിം വളർന്നു വലുതാകുന്നതിനൊപ്പം കുമയോണിലെ മലനിരകളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന വാർത്തകൾ വന്നു തുടങ്ങുന്നു. കാടിൻ്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ രക്തം രുചിച്ച മൃഗങ്ങൾ ഗ്രാമങ്ങളെ വിറപ്പിക്കാൻ തുടങ്ങുന്നു. കുട്ടിക്കാലത്ത് കാടിനെ സ്നേഹിച്ച ജിം ഇപ്പോൾ കാടിൻ്റെ മറ്റൊരു മുഖം കാണാൻ പോകുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമീണർ ഭയം കൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ മടിക്കുന്നു. സന്ധ്യയായാൽ ഗ്രാമങ്ങളിൽ മരണമണി മുഴങ്ങുന്നു. ആരോരുമില്ലാത്തവരുടെ നിലവിളികൾ കാറ്റിൽ അലിഞ്ഞു ചേരുന്നു. കാടിൻ്റെ ഭാഷയറിയാവുന്ന, മൃഗങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ വിപത്തിനെ നേരിടാൻ കഴിയൂ എന്നെല്ലാവരും തിരിച്ചറിയുന്നു. അത് ജിമ്മാണ്. നൈനിറ്റാളിലെ തണുപ്പുള്ള കാറ്റിൽ നിന്ന് ചമ്പാവതിയിലെ ചോര മരവിപ്പിക്കുന്ന ഭീതിയിലേക്ക് ജിം നടന്നു കയറുകയാണ്. തൻ്റെ തോക്കും അതിലേറെ മൂർച്ചയുള്ള തൻ്റെ ബുദ്ധിയും മാത്രമാണ് ജിമ്മിൻ്റെ കൂട്ട്. പക്ഷികളെയും പൂമ്പാറ്റകളെയും നോക്കി രസിച്ചിരുന്ന ആ ബാലൻ ഇനി നേരിടാൻ പോകുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഒരു കൊലയാളിയെയാണ്. 400-ലധികം മനുഷ്യരുടെ ജീവനെടുത്ത ചെകുത്താൻ്റെ പ്രതിരൂപമായ ഒരു പെൺകടുവ. ജിമ്മിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം തുടങ്ങാൻ പോകുന്നു. കാടിപ്പോൾ നിശബ്ദമല്ല, അത് നിലവിളിക്കുകയാണ്. ആ നിലവിളികൾക്ക് മറുപടി നൽകാൻ കാർപ്പറ്റ് സാഹിബ് തൻ്റെ പഴയ തോക്ക് കയ്യിലെടുക്കുന്നു. ഇനി കളി മാറുകയാണ്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള അകലം കുറയുന്നു.
ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇര എന്ന് തിരിച്ചറിയാനാവാത്ത നിമിഷങ്ങൾ. ചമ്പാവതി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുമയോണിലെ കാറ്റുകൾക്ക് പോലും ഒരു വിറയൽ വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അതൊരു വെറും സ്ഥലപ്പേരല്ല, ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ ഓർമ്മക്കുറിപ്പാണ്. നൈനിറ്റാളിലെ ശാന്തമായ ബാല്യത്തിൽ നിന്ന് ജിം കോർബറ്റ് എന്ന യുവാവ് നേരെ നടന്നു കയറുന്നത് മരണത്തിൻ്റെ വായ്ക്കുള്ളിലേക്കാണ്. 436, അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 436 മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു പെൺകടുവ. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന മൃഗം എന്ന പേരിൽ സ്ഥാനം പിടിച്ച ആ ചമ്പാവതി ടൈഗ്രസ് ഭരിച്ചിരുന്ന കാലം. ഈ കടുവയുടെ കഥ തുടങ്ങുന്നത് ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. ഹിമാലയത്തിൻ്റെ അപ്പുറത്ത് റൂപ്പൽ എന്ന ഗ്രാമത്തിൽ. അവിടെ 200ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ ശേഷം നേപ്പാൾ ആർമി അതിനെ വേട്ടയാടാനിറങ്ങി. പക്ഷെ തോക്കുകൾക്കും പട്ടാളക്കാർക്കും പിടികൊടുക്കാതെ അത് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക്, കുമയോണിലെ ചമ്പാവതിയിലേക്കെത്തി. അവിടെ എത്തിയതോടെ മരണത്തിൻ്റെ കളി വീണ്ടും തുടങ്ങി. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ പുറത്തിറങ്ങാൻ പേടിച്ചു. വീടിൻ്റെ വാതിലുകൾ സദാസമയവും അടഞ്ഞുകിടന്നു. ഗ്രാമങ്ങളിലെ വഴികളിൽ പുല്ലു വളർന്നു തുടങ്ങി, കാരണം ആരും ആ വഴി നടക്കാതായി. ജിം കോർബറ്റ് ചമ്പാവതിയിലെത്തുമ്പോൾ അവിടുത്തെ അവസ്ഥ അതിഭീകരമാണ്. ജനങ്ങൾ പ്രതീക്ഷയറ്റ കണ്ണുകളോടെയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. ഒരു തോക്കും പിടിച്ചു നിൽക്കുന്ന മെലിഞ്ഞ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ചെകുത്താൻ്റെ അവതാരമായ ആ കടുവയെ എന്തു ചെയ്യാൻ കഴിയും എന്ന സംശയം അവരുടെ കണ്ണുകളിലുണ്ട്. പക്ഷേ ജിമ്മിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു: ഈ മൃഗത്തെ തടഞ്ഞേ തീരൂ, ഇല്ലെങ്കിൽ ഈ നാട് മുഴുവൻ ശവപ്പറമ്പാകും. ജിമ്മിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് ഭീതിതമായ ചില കാഴ്ചകളിൽ നിന്നാണ്. സാധാരണ കടുവകൾ രാത്രിയിലാണ് ഇര തേടുന്നത്. എന്നാൽ ചമ്പാവതിയിലെ കടുവ അങ്ങനെയല്ല. അത് പകൽ വെളിച്ചത്തിൽ സൂര്യൻ കത്തി നിൽക്കുമ്പോൾ പോലും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരും. വീടിൻ്റെ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ കാട്ടിൽ വിറക് ശേഖരിക്കുന്ന സ്ത്രീകളെ അത് ലക്ഷ്യമിടുന്നു. ജിം ആദ്യം ചെയ്തത് ആ കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുകയാണ്. കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ ജിമ്മിന് ഒരു കാര്യം മനസ്സിലായി: ഇതൊരു സാധാരണ മൃഗമല്ല, അത്യാവശ്യം പ്രായമുള്ള എന്നാൽ അതിബുദ്ധിയുള്ള ഒരു പെൺകടുവയാണ്. ഒരു ദിവസം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കടുവ പിടികൂടിയെന്ന വാർത്ത വരുന്നു. ജിം ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് തിരിക്കുന്നു. ചോരയുടെ മണം തളം കെട്ടിനിൽക്കുന്ന അന്തരീക്ഷം. അവിടെ നിന്ന് കാടിനുള്ളിലേക്ക് നീളുന്ന ചോരത്തുള്ളികൾ. ജിം ആ വഴിയെ നടക്കുന്നു, ഭയമെന്ന വികാരം മാറ്റിവെച്ച് തികഞ്ഞ ജാഗ്രതയോടെ. കാടിൻ്റെ ഓരോ അനക്കവും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഒടുവിൽ ആ പെൺകുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ ജിമ്മിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഇനിയൊരാൾക്ക് കൂടി ഈ ഗതി വരരുത്. കടുവയെ നേരിട്ട് വെടിവെക്കുക എളുപ്പമല്ലെന്ന് ജിമ്മിനറിയാം. കാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. കടുവയ്ക്ക് ഒളിച്ചിരിക്കാൻ 1000 ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ഗ്രാമീണരുടെ സഹായത്തോടെ ഒരു ബീറ്റ് സംഘടിപ്പിക്കാൻ ജിം തീരുമാനിക്കുന്നു. എന്താണ് ഈ ബീറ്റെന്നറിയാമോ? കാടിൻ്റെ ഒരു വശത്ത് നിന്ന് കുറേ ആളുകൾ ഒച്ചയുണ്ടാക്കി പാട്ട കൊട്ടി കടുവയെ മറുവശത്തേക്ക് ഓടിക്കുന്ന രീതിയാണിത്. മറുവശത്ത് തോക്കുമായി ജിം കാത്തു നിൽക്കും. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നാം, പക്ഷേ ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണിത്. കടുവ തിരിഞ്ഞു നിന്നാൽ ബീറ്റ് ചെയ്യുന്ന ഗ്രാമീണരുടെ കഥ കഴിയും. അന്നത്തെ തഹസിൽദാരുടെ സഹായത്തോടെ ഏകദേശം 300ഓളം ഗ്രാമീണരെ ജിം സംഘടിപ്പിക്കുന്നു. ചമ്പാ നദിക്ക് സമീപമുള്ള ഒരു മലയിടുക്കിലാണ് വേട്ട നടക്കാൻ പോകുന്നത്. ജിം തോക്കുമായി ഒരു വലിയ പാറയുടെ മുകളിൽ സ്ഥാനം പിടിക്കുന്നു. താഴെ നദിയൊഴുകുന്നു, ചുറ്റും കുറ്റിക്കാടുകൾ. ദൂരെ നിന്ന് ബഹളം കേട്ടു തുടങ്ങുന്നു. ഡ്രമ്മുകളുടെ ശബ്ദം, ആളുകളുടെ ആക്രോശങ്ങൾ, വെടിയൊച്ചകൾ. കാട് മുഴുവൻ വിറയ്ക്കുന്നു. ജിം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നു. കയ്യിലുള്ളത് തൻ്റെ വിശ്വസ്തമായ 2.75 റൈഫിൾ. പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു അനക്കം. മഞ്ഞയും കറുപ്പും വരകൾ. അതെ, അവൾ വരുന്നു. ഇത്രയും കാലം ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച ആ നരഭോജി. അവൾ വേഗത്തിലാണ് വരുന്നത്. ശബ്ദം കേട്ട് പേടിച്ചോടുകയല്ല, മറിച്ച് ദേഷ്യത്തോടെ എന്തും നേരിടാൻ തയ്യാറായി വരുന്ന ഒരു രാജ്ഞിയെപ്പോലെ. കടുവ ജിമ്മിൻ്റെ പരിധിയിലേക്ക് വരുന്നു. ജിം തോക്കുയർത്തുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു. ഉന്നം പിഴച്ചാൽ
ഒരുപക്ഷെ കടുവ ജിമ്മിന് നേരെ ചാടും, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെടും. രണ്ടായാലും അത് വലിയ ദുരന്തമാകും. കടുവ ഒരു നിമിഷം നിൽക്കുന്നു, എന്തോ പന്തികേട് തോന്നിയതുപോലെ. ആ നിമിഷം ജിമ്മിന്റെ വിരൽ കാഞ്ചിയിൽ അമരുന്നു. മലയിടുക്കുകളിൽ വെടിയൊച്ച മുഴങ്ങുന്നു. കടുവയുടെ ദേഹത്ത് വെടിയുണ്ട തറയ്ക്കുന്നു. പക്ഷെ അവൾ വീഴുന്നില്ല. മാരകമായി മുറിവേറ്റിട്ടും അവൾ മുന്നോട്ട് കുതിക്കുന്നു. ജിം വീണ്ടും വെടിവെക്കുന്നു. രണ്ടാമത്തെ വെടിയിലും അവൾ വീഴുന്നില്ല. ജിമ്മിന്റെ കയ്യിൽ ഇനി വെടിയുണ്ടകൾ കുറവാണ്. അവിശ്വസനീയമായ കരുത്താണ് ആ മൃഗത്തിന്. ഒടുവിൽ മൂന്നാമത്തെ വെടിയിൽ ആ വലിയ ശരീരം മണ്ണിലേക്ക് വീഴുന്നു. ചമ്പാവതിക്ക് സമീപമുള്ള താഴ്വരയിൽ ആ ഭീകരവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കപ്പെടുന്നു. വെടിയൊച്ച നിലച്ചപ്പോൾ ഉണ്ടായ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നു. കടുവ ചത്തോ എന്നുറപ്പില്ല. ജിം പതുക്കെ താഴേക്കിറങ്ങുന്നു. ഗ്രാമീണർ ദൂരെ നിന്ന് ഓടി വരുന്നുണ്ട്. അടുത്തു ചെന്ന് നോക്കുമ്പോൾ ആ വലിയ കടുവ ചലനമറ്റ് കിടക്കുന്നു. 400-ലധികം പേരുടെ ജീവനെടുത്ത ആ കണ്ണുകൾ ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. ഗ്രാമീണരുടെ ആഹ്ലാദ പ്രകടനം വാക്കുകൾക്കതീതമായിരുന്നു. അവർ ജിമ്മിനെ തോളിലേറ്റുന്നു. ദൈവത്തെപ്പോലെയാണ് അവർ അദ്ദേഹത്തെ കണ്ടത്. വർഷങ്ങളായി തടവിലാക്കപ്പെട്ട തങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ കിട്ടിയ സന്തോഷം. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും ജിം ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആ കടുവയുടെ വായ തുറന്നു പരിശോധിച്ചു. എന്തുകൊണ്ടാണ് അത് നരഭോജിയായത്? വെറുതെ ഒരു കൗതുകത്തിനല്ല അദ്ദേഹം അത് നോക്കിയത്. അവിടെയാണ് ജിം കോർബറ്റ് എന്ന പ്രകൃതി സ്നേഹിയെ നമ്മൾ കാണുന്നത്. കടുവയുടെ മുകളിലത്തെയും താഴത്തെയും വലതുവശത്തെ പല്ലുകൾ പൊട്ടിപ്പോയിരുന്നു. പണ്ടെപ്പോഴോ ഒരു വേട്ടക്കാരൻ്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയേറ്റാവാം അത് സംഭവിച്ചത്. പല്ലുകൾ തകർന്നതോടെ കാട്ടിലെ സ്വാഭാവിക ഇരകളെ, മാനിനെയോ പന്നിയെയോ വേട്ടയാടി പിടിക്കാൻ അതിന് കഴിയാതെയായി. വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന ഇരയിലേക്കത് തിരിഞ്ഞു: മനുഷ്യൻ. മനുഷ്യൻ തന്നെയാണ് പലപ്പോഴും കടുവകളെ നരഭോജികളാക്കുന്നത് എന്ന സത്യം ജിം അവിടെ വെച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നു. ആ മൃഗം ചെയ്ത ക്രൂരതകൾക്ക് പിന്നിൽ അതിൻ്റേതായൊരു വേദനയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ ജിമ്മിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ചമ്പാവതിയിലെ വിജയം ജിമ്മിനെ പ്രശസ്തനാക്കി. പക്ഷേ ജിമ്മിനത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. കുമയോണിലെ കാടുകളിൽ ഇനിയും ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ വേറെയുണ്ടായിരുന്നു. ചമ്പാവതിയിലെ കടുവ പകൽ വെളിച്ചത്തിലാണ് വന്നതെങ്കിൽ ഇനി ജിമ്മിനെ കാത്തിരിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു നിഴലാണ്: പുള്ളിപ്പുലികൾ. കടുവയേക്കാൾ തന്ത്രശാലികൾ, കടുവയേക്കാൾ അപകടകാരികൾ. പനാറിലെ മലനിരകളിൽ രാത്രിയുടെ ഇരുളിനെ ഭയന്ന് വിറയ്ക്കുന്ന മറ്റൊരു കൂട്ടം ഗ്രാമീണർ ജിമ്മിൻ്റെ വരവും കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു നരഭോജി പുള്ളിപ്പുലി 400-ലധികം പേരെ കൊന്നു തള്ളിയിരിക്കുന്നു. കടുവയെപ്പോലെയല്ല പുള്ളിപ്പുലി. അത് വീട്ടിനുള്ളിൽ കയറി വരും, മതിലുകൾ ചാടിക്കടക്കും, നിശബ്ദനായി കൊല നടത്തും. ജിം കോർബറ്റ് തൻ്റെ തോക്ക് വൃത്തിയാക്കി വയ്ക്കുന്നു. അടുത്ത യാത്ര പനാറിലേക്കാണ്. അവിടെ അമാവാസ്യരാവുകളിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ ജിമ്മിനെ ഉറ്റുനോക്കുന്നുണ്ടാകാം. കാട് വീണ്ടും ജിമ്മിനെ വിളിക്കുകയാണ്. ഇത്തവണ കളിക്ക് നിയമങ്ങളില്ല. ജയിക്കുന്നവൻ മാത്രം ജീവനോടെ ബാക്കിയാകുന്ന കളി. ചമ്പാവതിയിലെ വിജയം ജിമ്മിനു വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ കുമയോണിലെ മലനിരകൾക്ക് വിശ്രമിക്കാൻ സമയമായിരുന്നില്ല. കടുവയേക്കാൾ അപകടകാരിയായ നിഴലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു കൊലയാളിയെ തേടിയാണ് ജിം പനാറിലേക്ക് തിരിക്കുന്നത്. 100 കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ പനാറിലെ പുള്ളിപ്പുലി. കടുവകൾക്ക് ഒരു രാജകീയ പ്രൗഢിയുണ്ട്. അവ പലപ്പോഴും വെളിച്ചത്താണ് വരുന്നത്. എന്നാൽ പുള്ളിപ്പുലികൾ അങ്ങനെയല്ല. അവ രാത്രിയുടെ സന്തതികളാണ്, കൊലപാതകികളിലെ നിശബ്ദഘാതകർ. പനാർ താഴ്വരയിലെ ഗ്രാമങ്ങളിൽ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ആരും പുറത്തിറങ്ങില്ല. വീടിൻ്റെ വാതിലുകൾ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ബന്ധിച്ചിരിക്കും. എന്നിട്ടും പലപ്പോഴും രാവിലെ നോക്കുമ്പോൾ വീടിനുള്ളിൽ നിന്ന് ആളുകളെ കാണാതാകുന്നു. ജിം കോർബറ്റ് പനാറിലെത്തുമ്പോൾ അവിടുത്തെ അവസ്ഥ ദയനീയമാണ്. ഭരമെന്ന വികാരം ആ ഗ്രാമങ്ങളിലെ വായുവിൽ പോലും കലർന്നിരിക്കുന്നു. പുള്ളിപ്പുലിക്ക് വീടിൻ്റെ ഓടിളക്കി അകത്ത് കടക്കാനും പൂട്ടിയിട്ട വാതിലുകൾ തകർക്കാനും കഴിവുണ്ട്. ജിമ്മിന് മനസ്സിലാകുന്നു, ഇവിടെ താൻ നേരിടുന്നത് വെറുമൊരു മൃഗത്തെയല്ല, മറിച്ച് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം ബുദ്ധിയുള്ള ഒരു പിശാചിനെയാണ്. ഏപ്രിലിലെ കടുത്ത വേനൽക്കാലം. കാടുണങ്ങി വരളുന്നു. ഇലകൾ പൊഴിയുന്ന ശബ്ദം പോലും നിശബ്ദത. ജിം തീരുമാനിക്കുന്നു, ഈ പുലിയെ പകൽ വെളിച്ചത്തിൽ കിട്ടില്ല. അതിനെ വീഴ്ത്തണമെങ്കിൽ അതിൻ്റെ തട്ടകമായ രാത്രിയിൽ തന്നെ ഇറങ്ങണം. ഇതിനായി ജിം ഒരു മച്ചാൻ അഥവാ ഏറുമാടം തയ്യാറാക്കുന്നു. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ നിലത്തുനിന്ന് സുരക്ഷിതമായ ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു തട്ട്.
അവിടെയാണ് ജിം തൻ്റെ രാത്രികൾ ചിലവഴിക്കാൻ പോകുന്നത്. താഴെ ഒരു ഇരയെ കെട്ടിയിട്ടുണ്ട്, ഒരാട്. അതിൻ്റെ കരച്ചിൽ കേട്ട് പുലി വരുമെന്ന പ്രതീക്ഷയിലാണ് ജിം കാത്തിരിക്കുന്നത്. സമയം പാതിരാത്രിയോടടുക്കുന്നു. കാടിന് വല്ലാത്തൊരു തണുപ്പ്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. പക്ഷെ താഴെ കാടിനുള്ളിൽ കൂരിരുട്ടാണ്. ജിം അനങ്ങാതെയിരിക്കുന്നു. കൊതുകുകളുടെ ശല്യമുണ്ട്, ഉറുമ്പുകൾ കടിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് അനങ്ങിയാൽ മരച്ചില്ലകൾ ശബ്ദമുണ്ടാക്കും. അത് മതി പുലിക്ക് അപകടം മണക്കാൻ. മണിക്കൂറുകൾ കടന്നുപോകുന്നു. പെട്ടെന്ന് കാട്ടിലെ ശബ്ദങ്ങളിൽ മാറ്റം വരുന്നു. ദൂരെ ഒരു മരപ്പട്ടി ചിലയ്ക്കുന്നു. കാടിന്റെ ഒരു വശത്തുനിന്ന് നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങുന്നു. പുലി വരുന്നുണ്ട്. ജിമ്മിന്റെ കൈകൾ തോക്കിൽ മുറുകുന്നു. ഹൃദയമിടിപ്പ് കൂടാതിരിക്കാൻ അദ്ദേഹം ശ്വാസം നിയന്ത്രിക്കുന്നു. പുലികൾ കടുവകളെപ്പോലെ വലിയ ശബ്ദമുണ്ടാക്കി വരില്ല. പൂച്ചയെപ്പോലെ പതുങ്ങി ഒരില പോലും അനക്കാതെയാണ് അവയുടെ വരവ്. ജിം താഴേക്ക് നോക്കുന്നു. ഇരുട്ടിൽ ഒന്നും കാണാനില്ല. പക്ഷേ ജിമ്മിന്റെ ആറാം ഇന്ദ്രിയം പറയുന്നു, അത് താഴെയുണ്ട്. ആടിന്റെ കരച്ചിൽ പെട്ടെന്ന് നിലയ്ക്കുന്നു. മരണഭയം കൊണ്ട് അത് മരവിച്ചു പോയിരിക്കുന്നു. ആ നിശബ്ദതയിൽ ജിം കേൾക്കുന്നു വളരെ നേർത്ത ഒരു ശ്വാസത്തിന്റെ ശബ്ദം. തൊട്ടു താഴെ മരത്തിന്റെ ചുവട്ടിൽ. ഇനി ജിമ്മിന് വേണ്ടത് വെളിച്ചമാണ്. ആ കാലത്ത് ഇന്നത്തെ പോലെ ശക്തമായ ടോർച്ചുകളില്ല. തോക്കിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ചെറിയ ലൈറ്റ്. അത് തെളിയിച്ചാൽ പുലി ഓടിപ്പോകും. അതിനാൽ പുലി ഇരയെ കടിച്ചുപിടിക്കുന്ന ആ കൃത്യം നിമിഷത്തിൽ വേണം വെളിച്ചം തെളിയിക്കാനും വെടിവെക്കാനും. സെക്കൻഡുകൾക്കുള്ളിൽ തീരുന്ന കളി. പെട്ടെന്ന് ഇരുട്ടിൽ 2 പച്ച പുള്ളികൾ തെളിയുന്നു. പുലിയുടെ കണ്ണുകൾ. അത് മുകളിലേക്ക്, ജിമ്മിരിക്കുന്ന മരക്കൊമ്പിലേക്ക് നോക്കുന്നു. ജിം സ്തംഭിച്ചു പോകുന്നു. തന്നെ കണ്ടുപിടിച്ചോ? പുലിക്ക് ഇരുട്ടിൽ മനുഷ്യനേക്കാൾ കാഴ്ചശക്തിയുണ്ട്. ആ കണ്ണുകൾ ജിമ്മിനെ ഉറ്റുനോക്കുന്നു. ഭയത്തിന്റെ ഒരു തണുപ്പ് ജിമ്മിന്റെ നട്ടെല്ലിലൂടെ അരിച്ചിറങ്ങുന്നു. പക്ഷേ ഇത് ഭയപ്പെടാനുള്ള സമയമല്ല. ജിം തോക്ക് സാവധാനം താഴ്ത്തുന്നു. ആ തിളങ്ങുന്ന കണ്ണുകൾക്ക് നേരെ ലക്ഷ്യം വയ്ക്കുന്നു. പുലി മരത്തിൽ കയറാൻ ഒരുങ്ങുകയാണ്. ഇനി കാത്തിരുന്നാൽ അത് മച്ചാനിലേക്ക് ചാടിക്കയറും. ജിം ലൈറ്റ് തെളിയിക്കുന്നു. പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ആ ഭീകര രൂപം തെളിയുന്നു. സാമാന്യം വലിപ്പമുള്ള, തിളങ്ങുന്ന രോമക്കുപ്പായമുള്ള കരുത്തനായ ഒരാൺപുലി. വെളിച്ചം കണ്ടതും അത് അലറുന്നു. കാട് മുഴുവൻ കുലുങ്ങുന്ന അലർച്ച. ആ നിമിഷം തന്നെ ജിമ്മിന്റെ വിരൽ കാഞ്ചിയിൽ അമരുന്നു. വെടിയുണ്ട ചീറിപ്പായുന്നു. പുലി വായുവിൽ ഉയർന്നു ചാടുന്നു. അത് മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. പക്ഷേ വീണ ഉടനെ അത് കാട്ടിലേക്ക് ഓടിമറയുന്നു. ജിം രണ്ടാമതൊന്നും ആലോചിക്കാതെ വീണ്ടും വെടിവെക്കുന്നു. പക്ഷേ അത് കൊള്ളുന്നില്ല. പുലി മുറിവേറ്റിട്ടുണ്ട്, പക്ഷെ ചത്തിട്ടില്ല. മുറിവേറ്റ പുലി മുറിവേറ്റ കടുവയേക്കാൾ അപകടകാരിയാണ്. അതെവിടെയെങ്കിലും ഒളിച്ചിരുന്ന് തന്നെ അന്വേഷിച്ചു വരുന്നവരെ ആക്രമിക്കും. നേരം വെളുക്കാൻ ജിം കാത്തിരിക്കുന്നു. ആ രാത്രി ജിമ്മിന് ഉറക്കമില്ല. പുലി തിരിച്ചു വരുമോ എന്ന ഭയം ഒരു വശത്ത്. താഴെ ഇറങ്ങിയാൽ ഇരുട്ടിൽ അത് ചാടി വീഴുമോ എന്ന ഭയം മറുവശത്ത്. സൂര്യൻ ഉദിച്ചതും ജിം താഴെ ഇറങ്ങുന്നു. ചോരപ്പാടുകൾ പിന്തുടർന്ന് കാട്ടിലേക്ക്. ഗ്രാമീണർ പേടിയുടെ കൂടെ വരുന്നുണ്ട്. കുറ്റിക്കാടുകൾക്കിടയിൽ എവിടെയോ അത് പതുങ്ങിയിരിപ്പുണ്ട്. ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് വെക്കുന്നത്. ഒടുവിൽ ഒരു പാറക്കെട്ടിന്റെ ഇടുക്കിൽ അവരതിനെ കണ്ടെത്തുന്നു. പനാറിലെ 100-ലധികം പേരുടെ അന്തകൻ അവസാന ശ്വാസം വലിച്ചു കിടക്കുന്നു. ജിം അടുത്തു ചെന്ന് നോക്കുന്നു. അതിൻ്റെ ശരീരത്തിൽ നിറയെ പഴയ മുറിവുകളുണ്ട്. പല്ലുകൾക്ക് കേടുപാടുകളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് നരഭോജിയായി? അതൊരു ദുരൂഹതയായി അവശേഷിക്കുന്നു. ഒരുപക്ഷെ കാട്ടിലെ ഇരകളുടെ കുറവാകാം, അല്ലെങ്കിൽ മനുഷ്യമാംസത്തിൻ്റെ രുചി ഒരിക്കൽ അറിഞ്ഞതാകാം. എന്തായാലും പനാറിലെ ജനങ്ങൾ അന്ന് രാത്രി സമാധാനമായി ഉറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർക്ക് വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കിടന്നുറങ്ങാൻ ധൈര്യം ലഭിച്ചു. പക്ഷേ ജിമ്മിൻ്റെ വേട്ട അവസാനിക്കുന്നില്ല. പനാറിലെ വിജയം വെറുമൊരിടവേള മാത്രമായിരുന്നു. ഹിമാലയത്തിൻ്റെ മറ്റൊരു കോണിൽ ഇതിനേക്കാൾ തന്ത്രശാലിയായ, ഇതിനേക്കാൾ ക്രൂരനായ ഒരു വില്ലൻ ജിമ്മിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 8 വർഷമായി രുദ്രപ്രയാഗിലെ തീർത്ഥാടകരെ വിറപ്പിക്കുന്ന ഒരു പുള്ളിപ്പുലി. പനാറിലെ പുലിയേക്കാൾ ബുദ്ധിയുള്ളവൻ. ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ്റെ ക്ഷമയും കഴിവും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അവിടെയാണ്. തോക്കും തിരയുമായി ജിം വീണ്ടും യാത്ര തിരിക്കുന്നു. രുദ്രപ്രയാഗിലെ മലമടക്കുകളിലേക്ക്. അവിടെ നടക്കാൻ പോകുന്നത് വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് 2 ബുദ്ധിരാക്ഷസന്മാർ തമ്മിലുള്ളൊരു ചെസ് കളിയാണ്.
പനാറിലെ വിജയം ജിമ്മിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. എന്നാൽ വിധി ജിമ്മിനായി കാത്തുവച്ചിരുന്നത് ഇതിലും വലിയൊരു പരീക്ഷണമായിരുന്നു. കുമയോണിലെ മലനിരകളിൽ നിന്ന് ജിം നേരെ പോകുന്നത് ഗർവാളിലെ പുണ്യഭൂമിയിലേക്കാണ്. രുദ്രപ്രയാഗ്, അളകനന്ദയും മന്ദാകിനിയും സംഗമിക്കുന്ന പവിത്രമായ മണ്ണ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ കേദാർനാഥിലേക്കും ബദ്രിനാഥിലേക്കും പോകുന്ന വഴി. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി ആ വഴിയിൽ മരണം പതിയിരിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തെ തേടി വരുന്ന ഭക്തർ ചെകുത്താന്റെ വായിലകപ്പെടുന്ന വിചിത്രമായ അവസ്ഥ. രുദ്രപ്രയാഗിലെ നരഭോജി പുള്ളിപ്പുലി അതൊരു വെറും മൃഗമായിരുന്നില്ല. ലോകം മുഴുവൻ അറിഞ്ഞ, പത്രത്താളുകളിൽ നിറഞ്ഞുനിന്ന, ബ്രിട്ടീഷ് പാർലമെന്റിൽ വരെ ചർച്ചാവിഷയമായ ഒരു പിടികിട്ടാപ്പുള്ളി. 8 വർഷം കൊണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 125-ലധികം മനുഷ്യരെയാണ് ഇവൻ കൊന്നൊടുക്കിയത്. അനൗദ്യോഗിക കണക്കുകൾ ഇതിലും എത്രയോ മുകളിലാണ്. പനാറിലെ പുള്ളിപ്പുലി ഇരുട്ടിന്റെ മറവിലാണ് ആക്രമിച്ചിരുന്നതെങ്കിൽ രുദ്രപ്രയാഗിലെ പുലി മനുഷ്യന്റെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന തന്ത്രശാലിയായിരുന്നു. ജിം കോർബറ്റ് രുദ്രപ്രയാഗിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഒരു യുദ്ധഭൂമിക്ക് തുല്യമായിരുന്നു. സന്ധ്യമയങ്ങിയാൽ പിന്നെ റോഡുകളിൽ ഈച്ച പറക്കില്ല. വീടുകളുടെ ജനലുകളും വാതിലുകളും തടിയും ഇരുമ്പും കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. രാത്രിയിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ പിറ്റേന്ന് അവരുടെ എല്ലിൻ കഷ്ണകൾ മാത്രമേ ബാക്കിയുണ്ടാകൂ. ഈ പുലിക്ക് വാതിലുകൾ തുറക്കാനും മൺചുവരുകൾ മാന്തി പുളിക്കാനും ഓടുനീക്കി വീടിനുള്ളിൽ കടക്കാനും അറിയാം. മനുഷ്യന്റെ തന്ത്രങ്ങൾ അവന് മനപ്പാഠമാണ്. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. കാരണം ഇതിനു മുൻപ് പല പ്രഗത്ഭരായ വേട്ടക്കാരും പട്ടാളക്കാരും ഈ പുലിയെ പിടിക്കാൻ വന്നിട്ടുണ്ട്. വിഷം വെച്ചും കെണികൾ വെച്ചും തോക്കുകളുമായും അവർ കാത്തിരുന്നു. പക്ഷേ പുലി അവരെയെല്ലാം വിഡ്ഢികളാക്കി രക്ഷപ്പെട്ടു. കെണികൾക്ക് മുകളിലൂടെ ചാടിപ്പോകാനും വിഷം വെച്ച ഇറച്ചി മണത്തുനോക്കി ഉപേക്ഷിക്കാനും അവനറിയാം. ജിം മനസ്സിലാക്കുന്നു, താൻ നേരിടുന്നത് ഒരു സാധാരണ മൃഗത്തെയല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം വളർന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെയാണ്. ജിമ്മിന്റെ വേട്ട ആരംഭിക്കുന്നത് രുദ്രപ്രയാഗിലെ പാലത്തിന് സമീപമാണ്. പുലി നദി കടക്കാൻ ഈ പാലം ഉപയോഗിക്കുന്നുണ്ടെന്ന് ജിം കണ്ടെത്തുന്നു. അവിടെ ഒരു മച്ചാൻ കെട്ടി ജിം കാത്തിരിക്കുന്നു. താഴെ കുതിച്ചൊഴുകുന്ന അളകനന്ദ നദിയുടെ ഇരമ്പൽ, മുകളിൽ കൂരിരുട്ട്. ജിമ്മിന്റെ കൂടെ ഒരാടിനെ കെട്ടിയിട്ടുണ്ട്. ആടിന്റെ കരച്ചിൽ കേട്ട് പുലി വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ആ പുലി ജിമ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. അവൻ പാലത്തിന് താഴെ കൂടി നദി നീന്തി കടന്ന് മറുവശത്തുള്ള ഗ്രാമത്തിൽ പോയി ഒരാളെ പിടികൂടുന്നു. ജിം മരത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം മറ്റൊരു മരണം സംഭവിക്കുന്നു. ജിമ്മിന് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറുന്നു. ജിം ഉറക്കമളച്ച് കാത്തിരിക്കുന്നു. പലതവണ പുലി ജിമ്മിന്റെ തോക്കിന്റെ പരിധിയിൽ വരുന്നുണ്ടെങ്കിലും വെളിച്ചം കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മറയുന്നതുകൊണ്ടോ വെടിവെക്കാൻ സാധിക്കുന്നില്ല. ഒരിക്കൽ ജിം ഒരു മരത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ പുലി ആ മരത്തിന് ചുവട്ടിലൂടെ നടന്നു പോകുന്നു. ജിം തോക്കെടുക്കും മുൻപേ അവൻ ഇരുട്ടിലേക്ക് മാഞ്ഞു പോകുന്നു. ജിമ്മിനെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നത് പോലെയായിരുന്നു ആ നിമിഷം. ആ പുലിക്ക് ജിമ്മിനെ ഭയമില്ലെന്ന് മാത്രമല്ല, അതൊരു കളിയായിട്ടാണ് കാണുന്നതെന്ന് ജിമ്മിന് തോന്നി തുടങ്ങുന്നു. ഈ സമയത്താണ് ജിം മറ്റൊരു തന്ത്രം പയറ്റുന്നത്. ജിൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന വലിയൊരു ഇരുമ്പ് കെണി. പുലി വരാൻ സാധ്യതയുള്ള വഴിയിൽ അത് കുഴിച്ചിടുന്നു. അതിനു മുകളിൽ ഇലകളും മണ്ണും വിതറി മറയ്ക്കുന്നു. പക്ഷേ പിറ്റേന്ന് ചെന്നു നോക്കുമ്പോൾ ജിം അത്ഭുതപ്പെടുന്നു. പുലി ആ കെണി കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന് ചുറ്റും നടന്നു പോയിരിക്കുന്നു. മനുഷ്യന്റെ മണം പിടിക്കാനുള്ള അവന്റെ കഴിവ് അപാരമാണ്. ജിം നിരാശനാകുന്നു. നാട്ടുകാർക്ക് ജിമ്മിലുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങുന്നു. ഈ സാഹിബിനും ഇതിനെ പിടിക്കാൻ കഴിയില്ല എന്നവർ മന്ത്രിക്കുന്നു. പക്ഷേ ജിം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. 1926 മെയ് മാസം 10 ആഴ്ചകളായി ജിം ഈ പുലിയുടെ പിന്നാലെയുണ്ട്. അന്ന് രാത്രി ഗുലാബ്രായി എന്ന സ്ഥലത്തുള്ള ഒരു മാവിൻ ചുവട്ടിൽ ജിം സ്ഥാനം പിടിക്കുന്നു. അവിടെ പുലി സ്ഥിരമായി വരാറുണ്ടെന്ന് വിവരം ലഭിക്കുന്നു. ഇത്തവണ മരത്തിന് മുകളിലല്ല, മറിച്ച് നിലത്താണ് ജിം ഇരിക്കുന്നത്. അതൊരു വലിയ റിസ്ക്കാണ്. പുലിക്ക് വേണമെങ്കിൽ പിന്നിലൂടെ വന്ന് ജിമ്മിനെ ആക്രമിക്കാം. പക്ഷെ മരത്തിന് മുകളിലിരുന്നാൽ പുലിയെ കൃത്യമായി കാണാൻ കഴിയില്ലെന്ന് ജിമ്മിനറിയാം. രാത്രി 10 മണി കഴിയുന്നു. ചുറ്റും നിശബ്ദത. ദൂരെ ക്ഷേത്രത്തിലെ മണി മുഴങ്ങുന്നു. ജിം തന്റെ തോക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പെട്ടെന്ന് വഴിയിലെ ഉണങ്ങിയ ഇലകളിൽ ഒരു ശബ്ദം. ആരോ നടന്നു വരുന്നുണ്ട്. മനുഷ്യനല്ല, കാരണം പാദസരങ്ങളുടെ കിലുക്കമില്ല, വർത്തമാനമില്ല. അതവനാണ്.
രുദ്രപ്രയാഗിലെ ഘാതകൻ. ജിം ശ്വാസമടക്കി പിടിക്കുന്നു. പുലി റോഡിലൂടെ നടന്നു വരുന്നു. ജിമ്മിന്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ ലക്ഷ്യമാക്കിയാണ് അവന്റെ വരവ്. ഇരുട്ടിൽ അവന്റെ രൂപം വ്യക്തമല്ല. ഒരു നിഴൽ പോലെ അവൻ നീങ്ങുന്നു. ആട് ഭയന്ന് കരയുന്നില്ല, അത് മരവിച്ചു പോയിരിക്കുന്നു. പുലി ആടിന്റെ അടുത്തേക്ക് വരുന്നു. ഇനി കാത്തിരിക്കാൻ സമയമില്ല. ജിം ടോർച്ച് തെളിയിക്കുന്നു. പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ആ ഭീകരരൂപം തെളിയുന്നു. കടുവയോളം വലിപ്പമുള്ള, തിളങ്ങുന്ന രോമങ്ങളുള്ള, പ്രായം ചെന്ന ഒരു പുള്ളിപ്പുലി. വെളിച്ചം കണ്ടതും അവൻ തല ഉയർത്തി നോക്കുന്നു. അവന്റെ കണ്ണുകളിൽ ഭയമില്ല, പകരം ഒരുതരം പുച്ഛമാണ്. ഇതാണോ നീ എന്നെ വീഴ്ത്താൻ പോകുന്ന ആയുധം എന്ന് ചോദിക്കുന്നത് പോലെ. ജിം ഒട്ടും സമയം കളയുന്നില്ല. തോക്കിന്റെ കാഞ്ചി വലിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വെടിയൊച്ച മുഴങ്ങുന്നു. പുലിയൊന്ന് പിടയുന്നു. പിന്നെ ഇരുട്ടിലേക്ക് കുതിക്കുന്നു. ജിം രണ്ടാമതും വെടിവെക്കുന്നു. പക്ഷേ അത് കൊണ്ടോ എന്ന് ഉറപ്പില്ല. പുലി കാട്ടിലേക്ക് ഓടിമറയുന്നു. ജിമ്മിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാകുന്നു. ഇത്തവണയും അവൻ രക്ഷപ്പെട്ടോ? ഇത്രയും അടുത്തുനിന്ന് വെടിവെച്ചിട്ടും അവനൊന്നും സംഭവിച്ചില്ലേ? രാത്രി മുഴുവൻ ജിം അവിടെ തന്നെ ഇരിക്കുന്നു. താഴെ ഇറങ്ങിയാൽ അപകടമാണ്. മുറിവേറ്റ പുലി എവിടെയെങ്കിലും പതിയിരിപ്പുണ്ടാകാം. നേരം വെളുക്കുന്നു. ഗ്രാമീണർ ഭയത്തോടെ എന്നാൽ ആകാംക്ഷയോടെ ഓടിക്കൂടുന്നു. ജിം തോക്കുമായി രക്തപ്പാടുകൾ പരിശോധിക്കുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു കുറ്റിക്കാടിനുള്ളിൽ അനക്കം കാണുന്നു. ജിം ജാഗ്രതയോടെ അടുക്കുന്നു. അവിടെ 8 വർഷമായി രുദ്രപ്രയാഗിനെ വിറപ്പിച്ച 100 കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയ ആ മഹാപാപി അവസാന ശ്വാസം വിട്ടുകിടക്കുന്നു. വെടിയുണ്ട അവന്റെ ഹൃദയത്തെ തന്നെ തകർത്തിരുന്നു. ഗ്രാമീണരുടെ സന്തോഷം കാണേണ്ടതായിരുന്നു. അവർ ജിമ്മിനെ കെട്ടിപ്പിടിച്ചു കരയുന്നു. ചിലർ പുലിയുടെ ദേഹത്ത് തൊട്ടുനോക്കുന്നു. അത് ശരിക്കും ചത്തോ എന്ന് ഉറപ്പുവരുത്താൻ. ഇനി നമുക്ക് പേടിക്കാതെ നടക്കാം, ഇനി നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങാം എന്ന് അവർ വിളിച്ചു പറയുന്നു. ജിം ആ പുലിയെ പരിശോധിക്കുന്നു. വയസ്സായ ഒരാൺപുലി. പല്ലുകൾ തേഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാക്കിൽ വലിയൊരു മുറിവുണ്ട്. ഒരുപക്ഷെ പണ്ടേതോ മുള്ളുവേലിയിൽ കുടുങ്ങിയതാകാം. പ്രായമായതോടെ സ്വാഭാവിക ഇരകളെ പിടിക്കാൻ കഴിയാതെ വന്നതാകാം ഇവനെയും നരഭോജിയാക്കിയത്. ജിം കോർബറ്റ് എന്ന പേര് രുദ്രപ്രയാഗിലെ മണ്ണിൽ അനശ്വരമാകുന്നത് അന്നാണ്. ഇന്നും രുദ്രപ്രയാഗിൽ പോയാൽ ആ പുലിയെ വെടിവെച്ച സ്ഥലത്ത് ഒരു സ്മാരകം കാണാം. ജിമ്മിന്റെ ചിത്രം വെച്ച് അവർ പൂജിക്കുന്നു. ഒരു വിദേശിയായിരുന്നിട്ടും സ്വന്തം ജീവൻ പണയം വെച്ച് തങ്ങളെ രക്ഷിച്ച ആ വലിയ മനുഷ്യനെ അവർ ദൈവമായി കാണുന്നു. രുദ്രപ്രയാഗിലെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ജിം മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ചാരിതാർത്ഥ്യമായിരുന്നു. പക്ഷേ വേട്ടക്കാരന്റെ വിശ്രമം നീണ്ടു നിൽക്കില്ലെന്ന് ജിമ്മിനറിയാമായിരുന്നു. കുമയോണിലെ കാടുകളിൽ ഇനിയുമൊരധ്യായം ബാക്കിയുണ്ട്. പുള്ളിപ്പുലികളേക്കാൾ ക്രൂരമായ, ചോരയുടെ രുചിയറിഞ്ഞ കടുവകളുടെ കഥ. അതും വെറുമൊരു കടുവയല്ല, അമ്മയും മകനും ചേർന്ന് നടത്തുന്ന ഒരു മരണക്കളി. ചൗഗഡ്. ആ പേര് കേൾക്കുമ്പോൾ ജിമ്മിന്റെ നെഞ്ചിൽ ഇന്നും ഒരു മിന്നൽ പിണർപ്പായും. കാരണം വേട്ടക്കാരൻ വേട്ടയാടപ്പെട്ട, മരണം ഒരടി അകലത്തിൽ കണ്ട ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങൾ കാത്തിരിക്കുന്നത് അവിടെയാണ്. രുദ്രപ്രയാഗിലെ ബുദ്ധിരാക്ഷസനെ വീഴ്ത്തിയ ജിം ഇനി നേരിടാൻ പോകുന്നത് കാടിന്റെ വന്യമായ കരുത്തിനെയാണ്. രുദ്രപ്രയാഗിലെ വിജയം ജിമ്മിനെ ഒരു ഇതിഹാസമാക്കി മാറ്റിയിരുന്നു. പക്ഷേ ഹിമാലയത്തിന്റെ കാറ്റുകൾക്ക് വിശ്രമിക്കാൻ സമയമായിരുന്നില്ല. കുമയോണിലെ മറ്റൊരു കോണിൽ ചോരയുടെ മണം പിടിച്ച 2 നിഴലുകൾ ഗ്രാമങ്ങളെ വലം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചൗഗഡ്. കടുവകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും ഭയാനകവുമായ ഒരധ്യായമാണ് ചൗഗഡിലെ നരഭോജികൾ. സാധാരണയായി കടുവകൾ ഏകാന്ത സഞ്ചാരികളാണ്. ഇര തേടുന്നതും കാട് ഭരിക്കുന്നതുമെല്ലാം ഒറ്റയ്ക്കായിരിക്കും. എന്നാൽ ചൗഗഡിൽ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ ഒരമ്മയും മകനും ചേർന്നാണ് വേട്ടയാടുന്നത്. ഒരു മുതിർന്ന പെൺകടുവയും അവളുടെ പ്രായപൂർത്തിയായ മകനും. ഇവർ 2 പേരും ചേർന്ന് 64-ലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. അമ്മ ഇരയെ പിടിക്കാൻ മകനെ പഠിപ്പിക്കുന്നത് മൃഗങ്ങളെ കൊണ്ടല്ല, മറിച്ച് മനുഷ്യരെ കൊണ്ടാണ് എന്നത് എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ. ജിം കോർബറ്റ് ചൗഗഡിലെത്തുമ്പോൾ ആ ഗ്രാമങ്ങൾ ഒരു ശവപ്പറമ്പിന് തുല്യമായിരുന്നു. കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആരും പുറത്തിറങ്ങുന്നില്ല. കാടിന്റെ അതിർത്തികളിൽ മരണം പതിയിരിക്കുന്നു എന്ന അറിവ് ഓരോ ഗ്രാമീണന്റെയും ഉറക്കം കെടുത്തിയിരുന്നു. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം 2 നരഭോജികളെ ഒരേ സമയം നേരിടുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
ഒന്ന് മുന്നിൽ വരുമ്പോൾ മറ്റേത് പിന്നിലൂടെ ആക്രമിക്കാം. കാടിന്റെ നിയമങ്ങൾ ഇവിടെ ബാധകമല്ല. ജിം ആദ്യം ലക്ഷ്യമിട്ടത് ആൺകടുവയെയാണ്, അതായത് മകനെ. പല ദിവസങ്ങളിലെ പരിശ്രമത്തിനൊടുവിൽ ഒളിച്ചിരുന്നും കാത്തുനിന്നും ജിം ആ കുട്ടിക്കടുവയെ വെടിവെച്ചിടുന്നു. അതൊരു വലിയ വിജയമായിരുന്നു. പക്ഷേ യഥാർത്ഥ അപകടം അതോടെ കൂടുകയാണുണ്ടായത്. മകൻ മരിച്ചതോടെ ആ അമ്മക്കടുവ കൂടുതൽ അപകടകാരിയായി മാറി. അവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതായി. പ്രതികാരബുദ്ധിയോടെ അവൾ കാടിനെ വിറപ്പിക്കാൻ തുടങ്ങി. ജിമ്മിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളുണ്ടാകുന്നത് ഈ അമ്മക്കടുവയെ തേടിയുള്ള യാത്രയിലാണ്. 1930 ഏപ്രിൽ മാസം. ഉത്തരേന്ത്യയിലെ കൊടും ചൂട്. കാട് ഉണങ്ങി വരളുന്നു. കരിയിലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാം. ജിം തളർന്നിരിക്കുകയാണ്. ദിവസങ്ങളായി ഉറക്കമില്ല, കൃത്യമായി ഭക്ഷണമില്ല. കടുവയെ തേടി മലകളും താഴ്വരകളും കയറിയിറങ്ങുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ജിം ഒരു വലിയ പാറക്കെട്ടിന് സമീപത്തെത്തുന്നു. വെയിൽ കത്തി നിൽക്കുകയാണ്. വിയർപ്പ് കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നു. കയ്യിൽ തൻ്റെ വിശ്വസ്തമായ റൈഫിളുണ്ട്. ജിം ആ പാറയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. പാറയുടെ അപ്പുറത്ത് എന്താണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ അവിടെ വിശ്രമിക്കാൻ പറ്റിയൊരിടമുണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ് ജിം കയറുന്നത്. ജിം പാറയുടെ മുകളിലെത്തുന്നു. താഴേക്ക് നോക്കുമ്പോൾ ജിമ്മിൻ്റെ രക്തം അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോകുന്നു. വെറും 8 അടി അകലെ, അതെ, വെറും 8 അടി അകലെ ആ അമ്മക്കിടവ കിടക്കുന്നു. അവൾ ഉറങ്ങുകയായിരുന്നില്ല. ജിമ്മിൻ്റെ കാലൊച്ച കേട്ട് അവൾ തല ഉയർത്തി നോക്കുകയാണ്. മഞ്ഞയും കറുപ്പും വരകളുള്ള ആ ഭീമാകാരമായ ശരീരം ജിമ്മിൻ്റെ തൊട്ടുമുന്നിൽ. അവളുടെ കണ്ണുകൾ, നീലയും പച്ചയും കലർന്ന ആ കണ്ണുകൾ ജിമ്മിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്നു. ആ നോട്ടത്തിൽ ഭയമില്ല, പകരം ഒരുതരം ക്രൂരമായ ചിരിയാണുള്ളത്. നീ എൻ്റെ അരികിലെത്തി, ഇനി നിനക്ക് രക്ഷയില്ല എന്നവൾ പറയുന്നത് പോലെ. ജിമ്മിൻ്റെ തോക്ക് തോളിലല്ല, മറിച്ച് കയ്യിൽ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആ നിമിഷം തോക്ക് തോളിനൊപ്പം എത്തിക്കാൻ പോലും സമയം കിട്ടില്ല. കടുവ ചാടാൻ തയ്യാറെടുക്കുന്നു. അവളുടെ ചെവികൾ പിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതൊരു ആക്രമണത്തിൻ്റെ സൂചനയാണ്. വാല് നിലത്തടിച്ച് അവൾ മുരളാൻ തുടങ്ങുന്നു. ആ മുരളൽ ജിമ്മിൻ്റെ നെഞ്ചിൽ ഇടിമുഴക്കം പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ജിമ്മിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ ഭയം കൊണ്ട് മരവിച്ചു പോയേനെ, അല്ലെങ്കിൽ തിരിഞ്ഞോടാൻ ശ്രമിച്ചേനെ. രണ്ടായാലും മരണമുറപ്പാണ്. ഓടിയാൽ അവൾ പിന്നിൽ നിന്ന് ചാടിപ്പിടിക്കും, അനങ്ങിയാൽ അവൾ ആക്രമിക്കും. ജിം അനങ്ങാതെ നിൽക്കുന്നു, കടുവയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി, ശ്വാസം പോലും വിടാതെ. ലോകം മുഴുവൻ നിശ്ചലമായ നിമിഷം. കാറ്റില്ല, കിളികളുടെ ശബ്ദമില്ല, ജിമ്മും കടുവയും മാത്രം. ജിമ്മിൻ്റെ മനസ്സ് അതിവേഗത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നു. തോക്ക് തോളിലേക്ക് ഉയർത്തണം. പക്ഷേ പെട്ടെന്നുയർത്തിയാൽ അവൾ ചാടും. വളരെ വളരെ സാവധാനം, ഒരിലയനങ്ങുന്ന വേഗതയിൽ പോലും പാടില്ല. അത്രയും പതുക്കെ ജിം തോക്കുയർത്താൻ തുടങ്ങുന്നു. കടുവയുടെ കണ്ണുകൾ ജിമ്മിൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. അവളുടെ പേശികൾ മുറുകുന്നു. ജിമ്മിൻ്റെ തോക്ക് ഇഞ്ചുകൾ വീതം മുകളിലേക്ക് ഉയരുന്നു. വിയർപ്പുതുള്ളികൾ ജിമ്മിൻ്റെ നെറ്റിയിൽ നിന്ന് മൂക്കിലൂടെ ഒഴുകി തോക്കിൻ്റെ പാത്തിയിലേക്ക് വീഴുന്നു. കൈ വിറയ്ക്കരുത്, വിറച്ചാൽ എല്ലാം തീരുന്നു. കടുവയുടെ പിൻകാലുകൾ നിലത്തുറപ്പിക്കുന്നു. അവൾ ചാടാൻ പോകുകയാണ്. ജിമ്മിൻ്റെ തോക്ക് ലക്ഷ്യത്തിലെത്തുന്നു. ഉന്നം പിടിക്കാൻ സമയമില്ല. പോയിന്റ് ബ്ലാങ്ക് റേഞ്ച്. ജിം കാഞ്ചി വലിക്കുന്നു. ആ ശബ്ദം ആ മലയിടുക്കുകളിൽ പ്രതിധ്വനിക്കുന്നു. വെടിയുണ്ട കടുവയുടെ നെഞ്ചിൽ തറയ്ക്കുന്നു. വെടിയേറ്റ ആഘാതത്തിൽ അവൾ പിന്നിലേക്ക് തെറിക്കുന്നു. പക്ഷേ അവിശ്വസനീയമെന്ന് പറയട്ടെ, അവൾ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. നരഭോജികളുടെ പക അത്രത്തോളമുണ്ട്. ജിം രണ്ടാമത്തെ വെടിയുണ്ട കൂടി പായിക്കുന്നു. ഇത്തവണ അത് അവളുടെ തലയോട്ടി പിളർക്കുന്നു. ആ വലിയ ശരീരം പാറക്കെട്ടിന് താഴേക്ക് പതിക്കുന്നു. ജിം അവിടെ തന്നെ ഇരുന്നു പോകുന്നു. കാലുകൾ വിറയ്ക്കുന്നുണ്ട്. തോക്ക് താഴെ വെക്കാൻ പോലും കഴിയാത്തത്ര ബലഹീനത. മരണം ഇത്രയടുത്ത് തൊട്ടുമുന്നിൽ വന്നിട്ട് തിരിച്ചുപോയതിൻ്റെ ആഘാതം. കുറച്ചുനേരം കഴിഞ്ഞ് ജിം താഴെ ഇറങ്ങി കടുവയെ പരിശോധിക്കുന്നു. അവളുടെ ശരീരത്തിൽ നിറയെ പഴയ മുറിവുകളുണ്ട്. ഏറ്റവും പ്രധാനമായി അവളുടെ മുൻകാലിലെ ഒരു നഖം പൂർണ്ണമായും ഒടിഞ്ഞുപോയിരുന്നു. പണ്ടെപ്പോഴോ മുള്ളുവേലിയിലോ മറ്റോ കുടുങ്ങിയതാകാം. അത് കാരണം അവൾക്ക് വേഗത്തിൽ ഓടാനോ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടാനോ കഴിയില്ല. കൂടാതെ അവളുടെ പല്ലുകളും പൊട്ടിയിരുന്നു. ഈ വൈകല്യങ്ങളാണ് അവളെയും മകനെയും മനുഷ്യവേട്ടക്കാരാക്കി മാറ്റിയത്. വിശപ്പാണ് വില്ലൻ. വിശപ്പ് മാറ്റാൻ എളുപ്പമുള്ള ഇരയെ തേടി അവർ ഇറങ്ങി. പക്ഷേ അതിന് വില നൽകേണ്ടി വന്നത്
നിരപരാധികളായ ഗ്രാമീണരും. ജിം ആ കടുവയുടെ അരികിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇത്രയും കാലം വേട്ടയാടൽ എന്നത് ഒരു ദൗത്യമായിരുന്നു. പക്ഷേ ചൗഗഡിലെ ഈ അനുഭവം, ആ കടുവയുടെ കണ്ണുകളിൽ കണ്ട ആ തിളക്കം ജിമ്മിനെ വല്ലാതെ സ്വാധീനിച്ചു. മൃഗങ്ങളും ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ്. മനുഷ്യൻ്റെ അശ്രദ്ധയും ക്രൂരതയുമാണ് പലപ്പോഴും അവരെ നരഭോജികളാക്കുന്നത്. ചൗഗഡിലെ ഗ്രാമീണർ ജിമ്മിനെ തോളിലേറ്റുമ്പോൾ ജിമ്മിൻ്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. ഈ തോക്കുകൾക്ക് ഇനിയും എത്ര നാൾ കാടിനെ സംരക്ഷിക്കാൻ കഴിയും? തോക്കുകൾക്ക് പകരം സ്നേഹം കൊണ്ട് കാടിനെ കീഴടക്കാൻ കഴിയില്ലേ? ആ ചിന്തകൾ ജിമ്മിൻ്റെ മനസ്സിൽ വേരുപിടിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആ ചിന്തകൾക്ക് വിരാമമിടാൻ സമയമായിട്ടില്ല. കുമയോണിലെ കാടുകളിൽ ഇനിയും ഒരവസാന അംഗം ബാക്കിയുണ്ട്. പവാൽഗഡ്, കടുവകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന കാട്ടിലെ ഏറ്റവും വലിയ ആൺകടുവ വാഴുന്ന സാമ്രാജ്യം. ദ ബാച്ചിലർ ഓഫ് പവാൽഗഡ് എന്ന് ജിം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിച്ച ആ വലിയ കടുവ. ചൗഗഡിലെ അമ്മക്കടുവയെപ്പോലെ പതുങ്ങിയിരിക്കുന്നവനല്ല അവൻ. അവൻ രാജാവാണ്. തലയെടുപ്പോടെ കാടിനെ വിറപ്പിച്ചു നടക്കുന്നവൻ. ജിമ്മിൻ്റെ തോക്ക് വീണ്ടും നിറയ്ക്കുന്നു. ഇത്തവണ നരഭോജിയല്ല, മറിച്ച് കാടിൻ്റെ പ്രൗഢിയെ തേടിയാണ് യാത്ര. പവാൽഗഡിലെ മരങ്ങൾക്കിടയിലൂടെ ആ വലിയ കടുവയുടെ ഗർജനം കേൾക്കാം. ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ്റെ അവസാനത്തെ വലിയ വേട്ടകളിലൊന്ന്. അവിടെ വെച്ചാണ് ജിമ്മിൻ്റെ ഹൃദയം പൂർണ്ണമായും കാടിന് സ്വന്തമാകുന്നത്. ചൗഗഡിലെ ചോരയിട്ടുന്ന ഓർമ്മകളിൽ നിന്ന് ജിം കോർബറ്റ് വീണ്ടും കാടിൻ്റെ പച്ചപ്പിലേക്ക് മടങ്ങുന്നു. പക്ഷേ ഇത്തവണ ജിമ്മിൻ്റെ മനസ്സിൽ ഭയമല്ല, മറിച്ച് ഒരുതരം ആകാംക്ഷയാണ്. കാരണം അദ്ദേഹം തേടിപ്പോകുന്നത് രോഗിയായ, പല്ലുകൾ കുഴിഞ്ഞ, വിശപ്പടക്കാൻ മനുഷ്യനെ കൊല്ലുന്ന ഒരു വയോധികനെയല്ല, മറിച്ച് കുമയോണിലെ കാടുകളെ അടക്കി വാഴുന്ന, യൗവനം തുളുമ്പുന്ന, കരുത്തനായ ഒരു രാജാവിനെയാണ്. പവാൽഗഡിലെ ബാച്ചിലർ അഥവാ പവാൽഗഡിലെ ഏകാന്ത സഞ്ചാരി. പവാൽഗഡ് പേരുപോലെ തന്നെ കാറ്റും വെളിച്ചവും നിറഞ്ഞ മനോഹരമായ ഒരു വനപ്രദേശം. അവിടെയാണ് ഈ കടുവയുടെ സാമ്രാജ്യം. എന്തുകൊണ്ടാണ് ജിം അവനെ ബാച്ചിലർ എന്ന് വിളിച്ചത് എന്നറിയാമോ? സാധാരണ കടുവകൾ ഇണചേരാൻ കാലമാകുമ്പോൾ പെൺകടുവകളെ തേടിപ്പോകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം കാണപ്പെടും. എന്നാൽ ഇവൻ അങ്ങനെയല്ല. ഇവൻ തനിച്ചാണ്. കാട്ടിലെ ഓരോ മരത്തിനും ഓരോ പാറക്കെട്ടിനും ഇവനെ അറിയാം. ഇവൻ്റെ ഗർജനം കേട്ടാൽ കാട് നിശബ്ദമാകും. കിലോമീറ്ററുകൾക്കപ്പുറം വരെ ആ ശബ്ദം പ്രതിധ്വനിക്കും. അതൊരു മുന്നറിയിപ്പാണ്. രാജാവ് എഴുന്നള്ളുന്നു. ഈ കടുവയെക്കുറിച്ചുള്ള കഥകൾ കേട്ടാണ് ജിം അങ്ങോട്ട് തിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവൻ ഒരു സാധാരണ കടുവയല്ല, മറിച്ച് മലദൈവങ്ങളുടെ വാഹനമാണെന്നാണ്. അത്രയും വലിപ്പവും സൗന്ദര്യവുമുള്ള ഒരു കടുവയെ അതിനു മുൻപ് ആരും കണ്ടിട്ടില്ല. ജിമ്മിൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണരുന്നു. നരഭോജികളെ കൊല്ലുന്നത് ഒരു ദൗത്യമാണെങ്കിൽ ഇവനെപ്പോലൊരു വലിയ കടുവയെ നേരിടുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ഒരു കായിക വിനോദം പോലെ, തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. ജിം പവാൽഗഡിൽ എത്തുമ്പോൾ ശൈത്യകാലം തുടങ്ങാറായിരിക്കുന്നു. കാറ്റിൽ തണുപ്പുണ്ട്. കാട്ടിലെ മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന സമയം. ജിം കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നടക്കുന്നു. അവിടെ കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നു. ജിം അത്ഭുതപ്പെട്ടു പോകുന്നു. സാധാരണ കടുവയുടെ കാൽപ്പാടുകളേക്കാൾ എത്രയോ വലുതാണത്. ഒരു വലിയ ആനയുടെ കാൽപ്പാട് പോലെ തോന്നിക്കുന്നത്ര വിസ്താരം. ഇവൻ വെറുമൊരു കടുവയല്ല, കടുവകളിലെ ചക്രവർത്തിയാണ് എന്ന് ജിം മനസ്സിൽ പറയുന്നു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് പിന്നീട്. ഇവൻ മനുഷ്യനെ തിന്നുന്നവനല്ല, അതുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് വരില്ല. ഇവനെ കാണണമെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്ക്, ഇവൻ്റെ നിയമങ്ങൾ ബാധകമായ സ്ഥലത്തേക്ക് ചെല്ലണം. ജിം പലപ്പോഴും മരങ്ങൾക്ക് മുകളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു. കാട്ടിലെ കുരങ്ങന്മാരും പക്ഷികളും നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുന്നു. ഒരു ദിവസം അതിരാവിലെ, മഞ്ഞ് മാറും മുൻപേ ജിം കാട്ടിലെ ഒരു വെളിംപ്രദേശത്തെത്തുന്നു. അവിടെ ദൂരെ പുല്ലുകൾക്കിടയിലൂടെ ഒരു വലിയ രൂപം നടന്നു നീങ്ങുന്നു. അതാണവൻ, പവാൽഗഡിലെ ബാച്ചിലർ. ജിം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുന്നു. എന്തൊരു ഗാംഭീര്യം! സൂര്യപ്രകാശം അവൻ്റെ ദേഹത്ത് വീഴുമ്പോൾ ആ സ്വർണ്ണനിറം തിളങ്ങുന്നു. നടക്കുമ്പോൾ അവൻ്റെ പേശികൾ വരിയുന്നത് വ്യക്തമായി കാണാം. അവന് ജിമ്മിനെ കാണാൻ കഴിയില്ല. കാറ്റിൻ്റെ ദിശ ജിമ്മിന് അനുകൂലമാണ്. പക്ഷേ ജിം വെടിവെക്കുന്നില്ല. ആ സൗന്ദര്യം കണ്ട് ജിം മയങ്ങിപ്പോകുന്നു.
തോക്ക് താഴെ വെച്ച് വെറുതെ നോക്കി നിൽക്കാൻ ജിമ്മിന് തോന്നുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടം വേറെയാണ്. വലിയ കടുവകളെ വേട്ടയാടുക എന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് കണ്ടിരുന്നത്. കൂടാതെ ഇവൻ ഭാവിയിൽ നരഭോജിയായി മാറിയേക്കാമെന്നൊരു ഭയവും ജിമ്മിനുണ്ട്. അതിനാൽ വേട്ട തുടരാൻ തന്നെ ജിം തീരുമാനിക്കുന്നു. പിന്നീട് പലതവണ ജിം ഇവനെ കാണുന്നുണ്ടെങ്കിലും ഉന്നം പിടിക്കാൻ പാകത്തിന് കിട്ടുന്നില്ല. കടുവയ്ക്ക് ജിമ്മിൻ്റെ സാന്നിധ്യം മനസ്സിലായി തുടങ്ങുന്നു. അവൻ ജിമ്മിനെ കളിപ്പിക്കാൻ തുടങ്ങുന്നു. ജിം വടക്കോട്ട് പോകുമ്പോൾ അവൻ തെക്കോട്ട് മാറും. ജിം മരത്തിൽ കയറുമ്പോൾ അവൻ പാറയുടെ മറവിലൂടെ പോകും. അതൊരു ഒളിച്ചുകളിയായി മാറുന്നു. ബുദ്ധിയും ശക്തിയും തമ്മിലുള്ള മത്സരം. ഒടുവിൽ ആ ദിവസം വന്നെത്തുന്നു. 1930 ഒരു തണുപ്പുള്ള പ്രഭാതം. ജിം കാട്ടിൻ്റെ ഒരു വശത്ത് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് കാട്ടിലൊരു നിശബ്ദത പരക്കുന്നു. പക്ഷികൾ ചിലയ്ക്കുന്നത് നിർത്തുന്നു. കാറ്റുപോലും സ്തംഭിച്ചു നിൽക്കുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു. ജിം ചുറ്റും നോക്കുന്നു. തൊട്ടുമുന്നിൽ ഒരു 10 വാര അകലെ തിങ്ങി നിറഞ്ഞ കുറ്റിക്കാടുകൾ. അതിനുള്ളിൽ നിന്ന് ഒരു ശ്വാസോച്ഛ്വാസം കേൾക്കാം. അവൻ അവിടെയുണ്ട്. ജിമ്മിൻ്റെ കൈകൾ തോക്കിൽ മുറുകുന്നു. കാത്തിരിപ്പിൻ്റെ അവസാനം. കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി അവൻ പുറത്തേക്ക് വരുന്നു. നേർക്കുനേർ. ജിമ്മിൻ്റെ കണ്ണുകളും കടുവയുടെ കണ്ണുകളും തമ്മിൽ ഇടയുന്നു. അവൻ ജിമ്മിനെ കണ്ടു. പക്ഷെ അവൻ ഓടുന്നില്ല. അവൻ തല ഉയർത്തി നിൽക്കുന്നു. നീയാണോ എന്നെ ദിവസങ്ങളായി പിന്തുടരുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ. അവൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം. രാജാക്കന്മാർക്ക് ഭയമുണ്ടാകില്ലല്ലോ. ജിം തോക്കുയർത്തുന്നു. ആ വലിയ തലയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. കൈ വിറയ്ക്കുന്നില്ല, പക്ഷെ മനസ്സ് വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായൊരു സൃഷ്ടിയെ ഇല്ലാതാക്കാൻ പോകുകയാണല്ലോ എന്ന വേദന. പക്ഷേ വിരൽ കാഞ്ചിയിൽ അമരുന്നു. വെടിയുണ്ട ചീറിപ്പായുന്നു. കടുവയുടെ തലയിൽ തന്നെ കൊള്ളുന്നു. അവനൊന്നുലയുന്നു, പക്ഷെ വീഴുന്നില്ല. അവിശ്വസനീയമായ കരുത്ത്. അവൻ ജിമ്മിന് നേരെ നോക്കിയൊന്ന് മുരളുന്നു. പിന്നെ സാവധാനം, വളരെ സാവധാനം മണ്ണിലേക്കിരിക്കുന്നു. മരിക്കുമ്പോൾ പോലും ആ തലയെടുപ്പ് അവൻ കളയുന്നില്ല. അവനൊരു വലിയ മരത്തിന് ചാരി കണ്ണുകൾ പതുക്കെ അടയ്ക്കുന്നു. കാട്ടിലെ രാജാവ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ജിം ഓടിച്ചെന്ന് നോക്കുന്നു. അവൻ മരിച്ചിരിക്കുന്നു. ജിം അവൻ്റെ ശരീരം അളന്നു നോക്കുന്നു. 10 അടി 7 ഇഞ്ച്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കടുവകളിലൊന്ന്. അവൻ്റെ രോമക്കുപ്പായത്തിന് ഒരു പോരൽ പോലുമില്ല. പല്ലുകളെല്ലാം ഭദ്രമാണ്. പൂർണ്ണ ആരോഗ്യമുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടി. ആ വലിയ ശരീരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ജിമ്മിൻ്റെ ഉള്ളിൽ വിജയാഹ്ലാദമല്ല, മറിച്ച് വല്ലാത്തൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഞാൻ എന്താണ് ചെയ്തത് എന്ന ചോദ്യം ജിമ്മിൻ്റെ മനസ്സിൽ ഉയരുന്നു. ഇത്രയും കാലം നരഭോജികളെ കൊന്നപ്പോൾ തോന്നിയ ആശ്വാസം ഇപ്പോൾ തോന്നുന്നില്ല. പകരം കാടിന് അതിൻ്റെ കാവൽക്കാരനെ നഷ്ടപ്പെട്ടതുപോലെ. ഒരു വലിയ ശൂന്യത കാട്ടിൽ നിറയുന്നതുപോലെ. ജിം ആ കടുവയുടെ അരികിലിരിക്കുന്നു. അവൻ്റെ വലിയ കൈപ്പത്തി ജിം തൻ്റെ കൈകളിലെടുക്കുന്നു. ആ നഖങ്ങൾക്കുള്ളിലെ കരുത്ത്, ആ പേശികളിലെ ശക്തി, ഇതെല്ലാം ഇനി മണ്ണാകാൻ പോകുന്നു. ജിം ചുറ്റും നോക്കുന്നു. കാട് നിശബ്ദമാണ്. ബാച്ചിലർ പോയി. ഇനി പവാൽഗഡിലെ കാറ്റുകൾക്ക് അവൻ്റെ ഗന്ധമുണ്ടാകില്ല. അവൻ്റെ ഗർജനം ഇനി മലനിരകളിൽ മുഴങ്ങില്ല. അന്ന് അവിടെ വെച്ച് ജിമ്മിൻ്റെ മനസ്സിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. തോക്ക് എന്നത് ജീവൻ സംരക്ഷിക്കാൻ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്, ജീവൻ എടുക്കാനല്ല എന്ന് ജിം തിരിച്ചറിയുന്നു. കടുവകൾ വെറും മൃഗങ്ങളല്ല, അവ ഈ കാടിൻ്റെ ആത്മാവാണ്. അവയില്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ മനുഷ്യനില്ല. ജിം തൻ്റെ തോക്കിലേക്ക് നോക്കുന്നു. അതിൽ നിന്ന് ഇനിയും പുക ഉയരുന്നുണ്ട്. പക്ഷെ ജിമ്മിൻ്റെ മനസ്സിലെ തീ അണഞ്ഞിരിക്കുന്നു. വേട്ടക്കാരനായ ജിം കോർബറ്റ് അവിടെ മരിക്കുന്നു. പകരം പ്രകൃതി സ്നേഹിയായ കാടിൻ്റെ കാവൽക്കാരനായ ജിം കോർബറ്റ് ജനിക്കുകയാണ്. പവാൽഗഡിലെ ബാച്ചിലറുടെ മരണം വെറുതെയായില്ല. അതൊരു വലിയ മനുഷ്യൻ്റെ ഹൃദയം മാറ്റിയെഴുതി. അന്ന് വൈകുന്നേരം ജിം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തോക്ക് ചുമലിൽ ഭാരമായി തോന്നുന്നു. വഴിയിൽ കാണുന്ന കിളികളോടും മരങ്ങളോടും ജിം മാപ്പ് ചോദിക്കുന്നുണ്ടാകാം. ഇനി മുതൽ എൻ്റെ തോക്ക് നിശബ്ദമായിരിക്കും. ഇനി മുതൽ ഞാൻ നിങ്ങളെ വേട്ടയാടില്ല, പകരം നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. അത് കാലങ്ങളായി ജിമ്മിൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ഒരു വിത്താണ്. പവാൽഗഡിലെ ബാച്ചിലർ അതിന് വെള്ളവും വളവും നൽകിയെന്ന് മാത്രം. ജിമ്മിൻ്റെ തോക്കിന് ഇനി വിശ്രമിക്കാം. പകരം ജിമ്മിൻ്റെ കൈകളിലേക്ക് മറ്റൊരായുധം വരികയാണ്. വെളിയുണ്ടയേക്കാൾ ശക്തിയുള്ള, കാലത്തെ അതിജീവിക്കുന്ന ഒരായുധം. ക്യാമറ. കാട്ടിലെ കാഴ്ചകൾ പകർത്താൻ,
വരും തലമുറയ്ക്ക് ഈ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ ജിം ക്യാമറ കയ്യിലെടുക്കുന്നു. രക്തം ചിന്തുന്ന വേട്ടയിൽ നിന്ന് വെളിച്ചം പകർത്തുന്ന വേട്ടയിലേക്ക്. തോക്കുകൾ മൗനമാകുമ്പോൾ കാട് കഥ പറയാൻ തുടങ്ങും. ആ കഥകൾ കേൾക്കാൻ ജിം തയ്യാറെടുക്കുന്നു. പവാൽഗഡിലെ ആ വലിയ കടുവയുടെ അന്ത്യം ജിമ്മിൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തുന്നു. തോക്കിൻ്റെ കാഞ്ചി വലിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, വെടിയുണ്ട ലക്ഷ്യത്തിൽ കൊള്ളുമ്പോൾ ആ ജീവൻ പിടയുന്ന കാഴ്ച, ഇതെല്ലാം ജിമ്മിനെ വല്ലാതെ അസ്വസ്ഥനാക്കാൻ തുടങ്ങുന്നു. വേട്ടയാടൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജിമ്മിൻ്റെ മനസ്സിൽ മാറുകയാണ്. ഒരു കാലത്ത് അത് വീരകൃത്യമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന ഒരു ക്രൂരതയായി ജിമ്മിന് തോന്നുന്നു. കാട്ടിലെ രാജാക്കന്മാർ ഓരോരുത്തരായി മണ്ണടിയുമ്പോൾ വരും തലമുറയ്ക്ക് കാണാൻ ബാക്കിയുണ്ടാകുമോ എന്ന ചോദ്യം ജിമ്മിനെ വേട്ടയാടുന്നു. അങ്ങനെയിരിക്കെയാണ് ജിമ്മിൻ്റെ ജീവിതത്തിലേക്ക് FW ചാമ്പ്യൻ എന്ന ഫോറസ്റ്റ് ഓഫീസർ കടന്നുവരുന്നത്. ചാമ്പ്യൻ ഒരു വേട്ടക്കാരനായിരുന്നില്ല, മറിച്ച് ക്യാമറ കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരാളായിരുന്നു. ജിം, ഒരു കടുവയെ തോക്കുകൊണ്ട് വെടിവെച്ചാൽ അതൊരു തവണ മാത്രമേ മരിക്കൂ. അത് നിന്റെ ചുവരിൽ ഒരു തലയായി മാത്രം അവശേഷിക്കും. എന്നാൽ ക്യാമറ കൊണ്ട് വെടിവെച്ചാൽ ആ ജീവൻ അനശ്വരമാകും. ലോകം മുഴുവൻ അതിനെ കാണും, സ്നേഹിക്കും എന്ന് ചാമ്പ്യൻ ജിമ്മിനോട് പറയുന്നു. ഈ വാക്കുകൾ ജിമ്മിൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നു. അങ്ങനെ കുമയോണിലെ കാടുകളിൽ തോക്കുമായി നടന്നിരുന്ന കാർപ്പറ്റ് സാഹിബ് കനത്ത ഭാരമുള്ള ഒരു സിനി ക്യാമറയുമായി നടക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ പോലെ പോക്കറ്റിലിട്ട് നടക്കാവുന്ന ക്യാമറകളല്ല അന്നുണ്ടായിരുന്നത്. വലിയ പെട്ടി പോലെയുള്ള ഭാരമേറിയ യന്ത്രങ്ങൾ. അത് ചുമന്നുകൊണ്ട് കാട്ടിലൂടെ നടക്കുക എന്നത് തോക്കുമായി നടക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഫോട്ടോ എടുക്കണമെങ്കിൽ മൃഗത്തിൻ്റെ വളരെ അടുത്ത് ചെല്ലണം. തോക്കാണെങ്കിൽ ദൂരെ നിന്ന് വെടിവെക്കാം. പക്ഷേ ക്യാമറയ്ക്ക് വെളിച്ചം വേണം, കൃത്യമായ ആംഗിൾ വേണം. മൃഗത്തിൻ്റെ ശ്വാസം പോലും കേൾക്കാവുന്നത്ര അടുത്ത് ചെന്നാലേ നല്ലൊരു ചിത്രം കിട്ടൂ. ഇത് തോക്കിനേക്കാൾ വലിയ ധൈര്യം ആവശ്യപ്പെടുന്ന പണിയാണെന്ന് ജിം തിരിച്ചറിയുന്നു. പലപ്പോഴും കടുവകളുടെയും ആനകളുടെയും തൊട്ടു മുന്നിൽ വരെ ജിം ക്യാമറയുമായി ചെല്ലുന്നു. ആ നിമിഷങ്ങളിൽ കടുവ തിരിഞ്ഞു നിന്നാൽ ഒരുപക്ഷെ ജീവൻ തന്നെ പോയേക്കാം. പക്ഷേ ആ റിസ്ക് എടുക്കാൻ ജിം തയ്യാറാകുന്നു. കാരണം കൊല്ലുന്നതിനേക്കാൾ സംതൃപ്തി പകർത്തുമ്പോൾ കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരിക്കൽ ജിം ഒരു കടുവയെ കാത്തിരിക്കുമ്പോൾ അത് ഇരയെ പിടിക്കുന്നത് കാണുന്നു. പഴയ ജിമ്മായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ കാഞ്ചി വലിച്ചേനെ. പക്ഷേ പുതിയ ജിം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ കടുവ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരുമായി കളിക്കുന്നതും ജിം കാണുന്നു. നമ്മൾ വിചാരിക്കുന്നത്ര ക്രൂരരല്ല ഇവർ. ഇവരും അച്ഛനമ്മമാരാണ്, ഇവർക്കും സ്നേഹമുണ്ട് എന്ന് ജിം തിരിച്ചറിയുന്നു. ആ കാഴ്ചകൾ ജിം തൻ്റെ ക്യാമറയിൽ പകർത്തുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ വന്യജീവി ചലച്ചിത്രങ്ങളിൽ ചിലത് അങ്ങനെയാണ് പിറക്കുന്നത്. ജിമ്മിൻ്റെ മാറ്റം ഗ്രാമീണർക്കും അത്ഭുതമായിരുന്നു. പണ്ട് കടുവയെ കൊല്ലാൻ വിളിച്ചിരുന്നവർ ഇപ്പോൾ കാണുന്നത് കാട്ടിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെയും മൃഗങ്ങളെ അനാവശ്യമായി വേട്ടയാടുന്നതിനെതിരെയും സംസാരിക്കുന്ന ജിമ്മിനെയാണ്. കടുവകൾ കാടിൻ്റെ കാവൽക്കാരാണ്. അവരില്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ നമുക്ക് വെള്ളമില്ല, കൃഷിയില്ല എന്ന് ജിം ഗ്രാമങ്ങളിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നു. സ്കൂളുകളിൽ കുട്ടികളോട് വന്യജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ജിം തോക്ക് പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നില്ല. മനുഷ്യനെ കൊന്നു തിന്നുന്ന നരഭോജികൾ ഇറങ്ങിയാൽ ഗ്രാമീണരുടെ സുരക്ഷയ്ക്കായി ജിം വീണ്ടും തോക്കെടുത്തിരുന്നു. എന്നാൽ അതിലൊരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. പണ്ട് സ്പോർട്ടിനു വേണ്ടി അല്ലെങ്കിൽ വിനോദത്തിനു വേണ്ടി വേട്ടയാടിയിരുന്ന ജിം ഇപ്പോൾ അത് വെറുമൊരു അത്യാവശ്യ ഘട്ടത്തിലുള്ള കടമയായി മാത്രം കാണുന്നു. നിരപരാധിയായ ഒരു കടുവയെപ്പോലും ഇനി തൻ്റെ തോക്കുകൊണ്ട് നോവിക്കില്ല എന്ന് ജിം പ്രതിജ്ഞയെടുക്കുന്നു. ഇക്കാലത്താണ് ജിം തൻ്റെ പ്രശസ്തമായ വാചകം കുറിക്കുന്നത്. കടുവ എന്നത് വിശാലമായ ഹൃദയമുള്ള ഒരു മാന്യദേഹമാണ്. എ ലാർജ് ഹാർട്ടഡ് ജെന്റിൽമാൻ. അവനെ വെറുതെ വിട്ടാൽ അവൻ നമ്മളെയും വെറുതെ വിടും. ഈ വാക്കുകൾ പിൽക്കാലത്ത് ഇന്ത്യയിലെ കടുവാ സംരക്ഷണത്തിൻ്റെ ആപ്തവാക്യമായി മാറുന്നു. കടുവകളെ രാക്ഷസന്മാരായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ മാന്യദേഹങ്ങൾ എന്ന് വിളിക്കാൻ ജിമ്മിന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. ജിമ്മിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ബ്രിട്ടീഷുകാരെയും അത്ഭുതപ്പെടുത്തി. ഇന്ത്യയിലെ കാടുകളുടെ സൗന്ദര്യം അവർ ആദ്യമായി ആ ഫിലിമുകളിലൂടെ കണ്ടു. കാടെന്നത് വെറും തടിയും വിറകുമെടുക്കാനുള്ള സ്ഥലമല്ല,
മറിച്ച് സംരക്ഷിക്കപ്പെടേണ്ട ഒരു അത്ഭുത ലോകമാണെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ ജിം ശ്രമിക്കുന്നു. ഇതിന്റെ ഫലമായാണ് 1936 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ഹെയ്ലി നാഷണൽ പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് ജിം മുൻകൈയെടുത്ത് നടത്തിയ ആ നീക്കമാണ് പിന്നീട് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണത്തിന് അടിത്തറയിട്ടത്. ജിം ഇപ്പോൾ കാടിന്റെ ഉള്ളറകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. പക്ഷികളുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. കാട്ടിലെ പൂക്കളെയും ചെടികളെയും കുറിച്ച് പഠിക്കുന്നു. ജംഗിൾ സ്റ്റോറീസ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ അനുഭവക്കുറിപ്പുകൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. വെറും വേട്ടക്കഥകൾ എന്നതിലുപരി കാടിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു മനുഷ്യന്റെ കുമ്പസാരങ്ങളായിരുന്നു അവ. ഓരോ വരിയിലും കാടിനോടുള്ള അടങ്ങാത്ത പ്രണയം ജിം ഒളിപ്പിച്ചുവെച്ചു. എന്നാൽ കാലം മാറുകയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ലോകത്തെ പിടിച്ചുലയ്ക്കുന്നു. ജിം തന്റെ പ്രായം വകവയ്ക്കാതെ പട്ടാളക്കാരെ കാടിന്റെ രീതികൾ പരിശീലിപ്പിക്കാൻ പോകുന്നു. ജംഗിൾ വാർഫെയർ അഥവാ കാട്ടിലെ യുദ്ധമുറകൾ പഠിപ്പിക്കാൻ ജിമ്മിനേക്കാൾ യോഗ്യനായ മറ്റൊരാളില്ലല്ലോ. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറാൻ തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറെടുക്കുന്നു. ജിമ്മിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. താൻ ജനിച്ചു വളർന്ന മണ്ണ്, താൻ സ്നേഹിച്ച കാട്, ഇതെല്ലാം വിട്ടുപോകേണ്ടി വരുമോ? ഞാനൊരു ബ്രിട്ടീഷുകാരനാണെങ്കിലും എൻ്റെ ഹൃദയം ഇന്ത്യയുടേതാണ് എന്ന് ജിം പലപ്പോഴും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. നൈനിറ്റാലിലെ തണുപ്പും കുമയോണിലെ കാറ്റും ഗ്രാമീണരുടെ സ്നേഹവുമില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന ചിന്ത ജിമ്മിനെ തളർത്തുന്നു. അവസാന നാളുകളിൽ ജിം തൻ്റെ തോക്കുകളെല്ലാം ഓരോന്നായി സുഹൃത്തുക്കൾക്ക് സമ്മാനിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട 275 റിഗ്ബി റൈഫിൾ മാത്രം അദ്ദേഹം സൂക്ഷിക്കുന്നു. അത് വേട്ടയാടാനല്ല, മറിച്ച് പഴയൊരു ഓർമ്മയ്ക്കായി. കാട്ടിലൂടെ നടക്കുമ്പോൾ ജിം ഇപ്പോൾ മൃഗങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഒരു മാനിനെ കണ്ടാൽ ജിം വിസിലടിക്കും. ആ മാൻ തിരിഞ്ഞു നോക്കും. ജിം അതിനെ കൈവീശി കാണിക്കും. മൃഗങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകാം, ഈ മനുഷ്യൻ ഇപ്പോൾ പഴയ വേട്ടക്കാരനല്ല, മറിച്ച് തങ്ങളുടെ കാവൽക്കാരനാണെന്ന്. താൻ കൊന്ന നരഭോജികളുടെ എണ്ണത്തേക്കാൾ താൻ രക്ഷിച്ച കടുവകളുടെ എണ്ണമാണ് ജിമ്മിനിപ്പോൾ വലുത്. പവാൽഗഡിലെ കാടുകൾ ജിമ്മിന്റെ ക്യാമറ കണ്ണുകളിലൂടെ അനശ്വരമായി. ആ ഫിലിം റോളുകളിൽ കടുവകൾ ഇന്നും ഗർജിക്കുന്നു, മാനുകൾ ഇന്നും തുള്ളിച്ചാടുന്നു. പക്ഷെ വിധി ജിമ്മിനെ കാത്തിരുന്നത് മറ്റൊരു ദേശത്തായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പല ബ്രിട്ടീഷുകാരെയും പോലെ ജിമ്മിനും രാജ്യം വിടേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കപ്പൽ കയറുന്നതിന് മുൻപ് അവസാനമായി ജിം തന്റെ പ്രിയപ്പെട്ട കാടുകളിലേക്കൊന്ന് നോക്കുന്നു. കലധുങ്കിയിലെ തന്റെ വീട്, അവിടുത്തെ മരങ്ങൾ, ദൂരെ കാണുന്ന ഹിമാലയൻ നിരകൾ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഒരു വേട്ടക്കാരനിൽ നിന്ന് തുടങ്ങി പ്രകൃതിയുടെ കാവൽക്കാരനായി വളർന്ന ആ വലിയ മനുഷ്യന്റെ അവസാനത്തെ യാത്ര. അത് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെനിയയുടെ മണ്ണിലേക്കാണ്. പക്ഷേ ജിം പോയാലും അദ്ദേഹം ഇവിടെ ബാക്കിയാക്കിയ ഒന്ന് ഇന്നും ജീവിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ജിം കോർബറ്റ് എന്ന പേര് എങ്ങനെയാണ് ഇന്ത്യയുടെ ഹൃദയത്തിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ മലനിരകളിൽ ഇന്നും മായാതെ നിൽക്കുന്നത്? വിടവാങ്ങൽ ഒരിക്കലും അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള വർഷം. ത്രിവർണ്ണ പതാക വാനിലുയർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി വിരിഞ്ഞ സമയം. രാജ്യം മുഴുവൻ ആഘോഷത്തിമിർപ്പിലായിരുന്നു. എന്നാൽ ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് നൈനിറ്റാളിലെ ഗേണി ഹൗസിൻ്റെ വരാന്തയിലിരുന്ന് ഒരു മനുഷ്യൻ മാത്രം നിശബ്ദനായി കരയുന്നുണ്ടായിരുന്നു. അത് ജിം കോർബറ്റായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടല്ല, മറിച്ച് ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകിയത് ഒരു വലിയ വിടവാങ്ങലിൻ്റെ നോവായിരുന്നു. ബ്രിട്ടീഷ് രാജ് അവസാനിക്കുന്നു. ഇന്ത്യക്കാർ സ്വന്തം രാജ്യം ഭരിക്കാൻ പോകുന്നു. ജിം ഒരു ബ്രിട്ടീഷുകാരനാണ്, തൊലിയുടെ നിറം കൊണ്ട് മാത്രം. എന്നാൽ ഹൃദയം കൊണ്ട് അദ്ദേഹം വലിയ ഭാരതീയനായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ നാടുവിടാൻ നിർബന്ധിതനാക്കി. അവിവാഹിതനായ ജിമ്മിന് ഏക കൂട്ട് സഹോദരി മാഗിയായിരുന്നു. മാഗിയുടെ സുരക്ഷിതത്വവും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ജിം ഇന്ത്യ വിടാൻ തീരുമാനിക്കുന്നു. ആഫ്രിക്കയിലെ കെനിയയിലേക്കാണ് യാത്ര. ആ തീരുമാനം ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഹൃദയം പിഴുതുമാറ്റുന്നതിന് തുല്യമായിരുന്നു.
72 വർഷം താൻ ജീവിച്ച, ശ്വസിച്ച, സ്നേഹിച്ച മണ്ണ്. കലധുങ്കിയിലെ ഗ്രാമീണരോട് യാത്ര പറയാൻ ഇറങ്ങിയപ്പോൾ ജിമ്മിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്നത് എൻ്റെ ശരീരം കൊണ്ട് മാത്രമാണ്. എൻ്റെ ആത്മാവ് എപ്പോഴും ഇവിടെ, ഈ കാടുകളിൽ നിങ്ങളോടൊപ്പമുണ്ടാകും എന്ന് ജിം അവരോട് പറഞ്ഞു. വെറും വാക്കുകളായിരുന്നില്ല അത്. പോകുന്നതിനു മുൻപ് ജിം ചെയ്തൊരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ്. കലധുങ്കിയിലെ തൻ്റെ സ്വന്തം ഗ്രാമമായ ചോട്ടി ഹൽദ്വാനിയിലെ ഭൂമി മുഴുവൻ അദ്ദേഹം അവിടുത്തെ ഗ്രാമീണർക്ക് എഴുതി നൽകി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ താൻ സ്നേഹിച്ച പാവപ്പെട്ടവർക്ക് വീതിച്ചു നൽകി. കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട തോക്കുകളിൽ പലതും സുഹൃത്തുക്കൾക്ക് സമ്മാനിച്ചു. .275 റിഗ്ബി റൈഫിൾ മാത്രം അദ്ദേഹം ഓർമ്മയ്ക്കായി കൂടെ കൂട്ടി. മുംബൈ തുറമുഖത്ത് നിന്ന് കപ്പൽ നീങ്ങുമ്പോൾ ജിം ഡെക്കിൽ നിന്ന് ഇന്ത്യയുടെ തീരത്തേക്ക് നോക്കി നിന്നു. കപ്പൽ അകന്നു പോകുന്തോറും ആ കരകൾ മങ്ങിക്കൊണ്ടിരുന്നു. ഒപ്പം ജിമ്മിൻ്റെ കാഴ്ചയും കണ്ണീരിൽ മങ്ങി. കുമയോണിലെ കാറ്റും പവാൽഘട്ടിലെ മരങ്ങളും രുദ്രപ്രയാഗിലെ മലനിരകളും അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നതുപോലെ തോന്നി. കെനിയയിലെ നൈറി എന്ന സ്ഥലത്താണ് ജിം ശിഷ്ടകാലം ചിലവഴിച്ചത്. അവിടെ പാക്സ് 2 എന്നൊരു ചെറിയ കോട്ടേജിൽ അദ്ദേഹം താമസമാക്കി. ശരീരം കെനിയയിലായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ഇന്ത്യയിലായിരുന്നു. അവിടെ ഇരുന്നാണ് ജിം തൻ്റെ അനശ്വരമായ പുസ്തകങ്ങൾ എഴുതി തീർത്തത്. മാനേറ്റേഴ്സ് ഓഫ് കുമയോൺ എന്ന പുസ്തകം പുറത്തിറങ്ങിയതോടെ ലോകം മുഴുവൻ ജിമ്മിനെ അറിഞ്ഞു. ചമ്പാവതിയിലെയും രുദ്രപ്രയാഗിലെയും ചോര മരവിപ്പിക്കുന്ന കഥകൾ ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. കെനിയയിലും ജിം വെറുതെ ഇരുന്നില്ല. അവിടെയും അദ്ദേഹം പ്രകൃതി സംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിച്ചു. പക്ഷികൾക്ക് വെള്ളം വെച്ചും മൃഗങ്ങളെ നിരീക്ഷിച്ചും അദ്ദേഹം സമയം ചെലവഴിച്ചു. ജിമ്മിൻ്റെ ജീവിതത്തിലെ രസകരമായൊരു സംഭവം കെനിയയിൽ വെച്ച് നടക്കുന്നുണ്ട്. 1952 ഫെബ്രുവരി മാസത്തിൽ ബ്രിട്ടനിലെ എലിസബത്ത് രാജകുമാരി കെനിയ സന്ദർശിക്കാൻ വരുന്നു. അവർ താമസിച്ചിരുന്നത് ട്രീ ടോപ്സ് എന്ന ഹോട്ടലിലാണ്. ഒരു വലിയ മരത്തിനു മുകളിൽ കെട്ടിയുണ്ടാക്കിയ ഹോട്ടൽ. ജിം കോർബറ്റ് ആയിരുന്നു അന്ന് അവർക്ക് കാവൽ നിന്നത്. ആ രാത്രി എലിസബത്തിൻ്റെ പിതാവ് ജോർജ് 6 രാജാവ് ഇംഗ്ലണ്ടിൽ വെച്ച് മരിക്കുന്നു. പിറ്റേന്ന് രാവിലെ എലിസബത്ത് താഴെ ഇറങ്ങുമ്പോൾ അവർ ബ്രിട്ടന്റെ രാജ്ഞിയായി മാറിക്കഴിഞ്ഞിരുന്നു. ജിം അന്ന് ഹോട്ടലിലെ സന്ദർശക ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി രാജകുമാരിയായി മരത്തിൽ കയറുകയും രാജ്ഞിയായി താഴെ ഇറങ്ങുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ ആ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാനും ജിമ്മിന് നിയോഗമുണ്ടായി. എന്നാൽ ജിമ്മിൻ്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടി. കുമയോണിലെ തണുപ്പും പുകയും നിറഞ്ഞ രാവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടാകാം. 1955 ഏപ്രിൽ 19 തൻ്റെ 79 വയസ്സിൽ ആ വലിയ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. കെനിയയിലെ മണ്ണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ജിം മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ 1957 ഇന്ത്യൻ സർക്കാർ നൽകിയ ആദരവ് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. 1936 ജിം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഹെയ്ലി നാഷണൽ പാർക്കിൻ്റെ പേരുമാറ്റാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് പേരുകൾ മാറ്റി ഇന്ത്യൻ നേതാക്കളുടെ പേരാണ് ഇടാൻ തിടുക്കം കൂട്ടാറുള്ളത്. പക്ഷേ അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാർ ആ പാർക്കിന് നൽകിയ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നായിരുന്നു. ഹെയ്ലി നാഷണൽ പാർക്കിന് നൽകിയ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെയൊരു സംഭവം വേറിട്ട് നിൽക്കുന്നു. ഒരു ബ്രിട്ടീഷുകാരൻ്റെ പേരിൽ ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു നാഷണൽ പാർക്ക് ജിം കോർബറ്റ് എന്ന നാമം അവിടെ അനശ്വരമായി. അത് ജിമ്മിനോടുള്ള ഇന്ത്യയുടെ സ്നേഹമായിരുന്നു. അദ്ദേഹം ഒരു വിദേശിയായിരുന്നില്ല, മറിച്ച് നമ്മളിലൊരാളായിരുന്നു എന്നതിൻ്റെ തെളിവ്. ഇന്ന് നിങ്ങൾ കോർബറ്റ് പാർക്കിലേക്ക് പോയാൽ അവിടെയുള്ള കാറ്റിനു പോലും ജിമ്മിൻ്റെ ഗന്ധമുണ്ടെന്ന് തോന്നും. അവിടെ കടുവകൾ ഭയമില്ലാതെ നടക്കുന്നു. ജിം സ്വപ്നം കണ്ടതുപോലെ ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ വരികയും കടുവകളുടെ എണ്ണം കൂടുകയും ചെയ്തു. ഓരോ തവണയും ഒരു കടുവ ഗർജിക്കുമ്പോൾ അത് ജിമ്മിനുള്ള ഒരു സല്യൂട്ട് കൂടിയാണ്. കലധുങ്കിയിലെ ജിമ്മിൻ്റെ വീട് ഇന്നൊരു മ്യൂസിയമാണ്. അവിടെ ജിം ഉപയോഗിച്ച തോക്കുകളും വസ്ത്രങ്ങളും എഴുതിയ കത്തുകളും സൂക്ഷിച്ചിട്ടുണ്ട്. വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നത്. ഛോട്ടി ഹൽദ്വാനിയിലെ ഗ്രാമീണർ ഇന്നും ജിമ്മിനെ കോർബറ്റ് ബാബ എന്നാണ് വിളിക്കുന്നത്. അവരുടെ വീടുകളിൽ ജിമ്മിൻ്റെ ചിത്രം വെച്ച് അവർ പൂജിക്കുന്നു. ദീപാവലിക്ക് അവർ ജിമ്മിൻ്റെ ഓർമ്മയ്ക്കായി വിളക്ക് കൊളുത്തുന്നു. ജിം കോർബറ്റ് എന്ന പേര്
വെറുമൊരു വേട്ടക്കാരൻ്റേതല്ല, അത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ്. തോക്കുകൊണ്ട് തുടങ്ങിയ ജീവിതം ക്യാമറയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ വലിയൊരു സന്ദേശമായി മാറി. നമ്മൾ ഭൂമിയിലെ അതിഥികൾ മാത്രമാണ്, യജമാനന്മാരല്ല എന്ന വലിയ സത്യം ജിം നമ്മളെ പഠിപ്പിച്ചു. നൈനിറ്റാലിലെ കാടുകളിൽ ഇന്നും ജിം കോർബറ്റ് ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വലിയ മരങ്ങളുടെ നിഴലിൽ തൻ്റെ പഴയ തൊപ്പിയും വച്ച് ചുണ്ടിലൊരു സിഗാറും പുകച്ച് മൃഗങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നുണ്ടാകാം. നമ്മൾ കാണുന്നില്ലെങ്കിലും കാട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. കാരണം കാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജിമ്മിനെ മായ്ക്കാൻ കാലത്തിനു പോലും കഴിയില്ല. സുഹൃത്തുക്കളെ, ജിം കോർബറ്റ് എന്ന ഇതിഹാസത്തിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. പക്ഷേ അദ്ദേഹം തുടങ്ങിവെച്ച യാത്ര, പ്രകൃതിയെ സ്നേഹിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്ന യാത്ര, അത് നമ്മളിലൂടെ തുടരണം. അതാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. ഇനി നമുക്ക് സാവധാനം ഈ കഥയിൽ നിന്ന് പുറത്തേക്ക് വരാം. നിങ്ങളുടെ മുറിയിലെ വെളിച്ചം കുറവല്ലേ? പുറത്ത് രാത്രി അതിൻ്റെ എല്ലാ നിശബ്ദതയോടും കൂടി നിൽക്കുന്നു. ഒന്ന് കാതോർത്തു നോക്കൂ. ദൂരെ എവിടെയെങ്കിലും ഒരു ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം? ഭയപ്പെടേണ്ട, അത് പ്രകൃതിയുടെ താരാട്ടാണ്. ജിം കോർബറ്റ് നടന്ന കാടുകളെക്കുറിച്ച് ചിന്തിക്കുക. അവിടുത്തെ തണുത്ത കാറ്റ്, മരങ്ങളുടെ ഇടയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവ്, ദൂരെ കേൾക്കുന്ന അരുവികളുടെ ഒഴുക്ക്, ആ ശാന്തത ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും പടരട്ടെ. തിരക്കുകൾ നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് മനസ്സ് ആ കാടിൻ്റെ മടിത്തട്ടിലേക്ക് അല്പനേരം വിശ്രമിക്കാൻ പോകട്ടെ. കടുവകളും പുലികളും ആനകളുമെല്ലാം അവരവരുടെ കൂടുകളിൽ ഉറങ്ങുകയാണ്. കാട് അവർക്ക് കാവലുണ്ട്. ജിമ്മിനെ പോലുള്ളവരുടെ ആത്മാക്കൾ ഇന്നും പ്രകൃതിക്ക് കാവലായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സമാധാനമായി, സുരക്ഷിതമായി കണ്ണുകൾ അടയ്ക്കാം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ പുതിയൊരു സൂര്യോദയം നമ്മളെ കാത്തിരിക്കുന്നു. അതുവരെ മനസ്സ് ശാന്തമാക്കുക. നല്ല ഉറക്കം നിങ്ങളെ തേടി വരട്ടെ. സ്വപ്നങ്ങളിൽ പച്ചപ്പുള്ള കാടുകളും തെളിഞ്ഞ അരുവികളും നിറയട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.